ഗുഡ് മോർണിംഗ് എവ്രി വൺ. സോ നമ്മൾ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ എന്ത് ചെയ്യാണ്, സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ദ കോൺസെപ്റ്റ് ഓഫ് എഡ്യൂക്കേഷൻ. ഈ ഒരു ഭാഗത്ത് നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. സോ ലെറ്റ് സ്റ്റാർട്ട്. എഡ്യൂക്കേഷൻ ആൻഡ് ലിറ്ററസി, ഇതാണ് നമ്മുടെ ഫസ്റ്റ് കോൺസെപ്റ്റ്, അല്ലെങ്കിൽ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പാർട്ട് എന്ന് പറയുന്നത്. സോ ഈ ഒരു എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ടേം ഡിറൈവ് ചെയ്തിട്ടുള്ളത് ലാറ്റിൻ പദമായിട്ടുള്ള എഡുക്കെയർ എന്ന് പറയുന്ന ഒരു പദത്തിൽ നിന്നാണ്, വിച്ച് മീൻസ് ടു ഡെവലപ്പ്. അതായത് ഡെവലപ്പ് ചെയ്തെടുക്കുക എന്ന അർത്ഥം വരുന്ന എഡുക്കെയർ എന്ന് പറയുന്ന ഒരു ലാറ്റിൻ പദത്തിൽ നിന്നാണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ടേം എന്ത് ചെയ്തിട്ടുള്ളത്, ഡിറൈവ് ചെയ്തിട്ടുള്ളത്. ഈ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന പ്രോസസ് എന്താണ്, ഡെവലപ്പിംഗ് ഇൻഡിവിജ്വൽ ആസ് എ റെസ്പോൺസിബിൾ മെമ്പർ ഓഫ് ദ സൊസൈറ്റി. ഇൻഡിവിജ്വൽസിനെ എന്ത് ചെയ്യുക, ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള മെമ്പർ, സൊസൈറ്റിയിലെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള മെമ്പർ ആക്കി മാറ്റുക എന്നതാണ് ഈ ഒരു എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന പ്രോസസ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഉദ്ദേശിക്കുന്നത്. ഇനീഷ്യലി നമ്മൾ, അതായത് ആദ്യ കാലഘട്ടത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നോളജ് എന്ത് ചെയ്യുക, നോളജ് അടുത്ത ആൾക്ക് കൊടുക്കുക, അല്ലെങ്കിൽ ടീച്ചേഴ്സ് സ്റ്റുഡൻസ് ബന്ധാവട്ടെ നോളജ് കൊടുക്കുക, ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുക, അല്ലെങ്കിൽ ഒരു സ്കില്ല് ട്രെയിൻ ചെയ്യുക എന്നതൊക്കെയായിരുന്നു എന്തെന്ന് പറയുന്നത്, എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോ എന്താ പറയാ, ഒരു ലൈക്ക് ആ ഒരു ബേസിക് ലെവലായിരുന്നു. മനസ്സിലായോ? എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോളജ് പാസ് ചെയ്യാന്നുള്ളത് മാത്രമേ ഉദ്ദേശിച്ചിരുന്നുള്ളൂ. പക്ഷെ പിന്നീട് കുറച്ചുകൂടി കാലം അങ്ങോട്ടേക്ക് കടന്നു പോകുമ്പോൾ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നോളജ് കൊടുക്കുക എന്നതിലുപരി എന്താണ്, ഓരോ ഇൻഡിവിജ്വൽസിനെയും സൊസൈറ്റിയിലേക്ക് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു സിറ്റിസൺ ആക്കി മാറ്റുക എന്നൊരു ഉദ്ദേശം കൂടി എന്ത് ചെയ്യുകയാണ്, ഉയർന്നു വരികയാണ്. സോ ഇനീഷ്യലി എഡ്യൂക്കേഷൻ വാസ് ക്ലോസ്ലി ലിങ്ക്ഡ് വിത്ത് ട്രാൻസ്മിഷൻ ഓഫ് നോളജ് ആൻഡ് സ്കിൽസ്. ട്രാൻസ്മിഷൻ ഓഫ് നോളജ് ആൻഡ് സ്കിൽസ്, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നോളജും സ്കിൽസും പാസ് ചെയ്യുക എന്നുള്ളതായിരുന്നു എഡ്യൂക്കേഷന്റെ ബേസിക് ആയിട്ടുള്ള ഒരു എയിം എന്ന് പറയുന്നത്. പക്ഷെ ടൈം കഴിയുന്നതിനനുസരിച്ച് ഇൻഡസ്ട്രിയലിസം നമ്മുടെ സൊസൈറ്റിയിലേക്ക് വന്നപ്പോൾ എന്തായി, ദർ വാസ് എ ഗ്രോയിങ് ഡിമാൻഡ് ഫോർ സ്പെഷ്യലൈസ്ഡ് നോളജ് ആൻഡ് ട്രെയിനിങ് വിച്ച് ഗേവ് റേസ് ടു ഫോർമൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് സ്കൂൾസ്. സോ ഇൻഡസ്ട്രിയലൈസേഷനെ കുറിച്ചൊക്കെ നമ്മൾ എന്ത് ചെയ്തതാണ്, ആദ്യമേ പഴയ ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു ഇൻഡസ്ട്രിയലൈസേഷൻ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, ഇൻഡസ്ട്രിയലൈസേഷൻ എവിടെയാണ് ആദ്യമായിട്ട് നടക്കുന്നത്, യൂറോപ്പിലാണ്, അല്ലെ? യൂറോപ്പിലാണ് ഇൻഡസ്ട്രിയലൈസേഷൻ വരുന്നത്. സോ ഇത്തരത്തിൽ ഈ ഒരു ഇൻഡസ്ട്രിയലൈസേഷന്റെ വരവ് എന്തിന് കാരണമാവുകയാണ്, സ്പെഷ്യലൈസ്ഡ് ടാസ്കുകൾ ചെയ്യാൻ വേണ്ടി പെർട്ടിക്കുലർ ആയിട്ട് ഓരോ സ്പെഷ്യലൈസ്ഡ് ടാസ്കുകൾ ഉണ്ടാവും. ഈ ടാസ്കുകൾ ചെയ്യാൻ വ്യക്തികളെ ആവശ്യമായി വരുന്നു. സോ ഈ ഒരു ടാസ്ക് ചെയ്യാൻ ട്രെയിൻഡ് ആയിട്ടുള്ള വ്യക്തികളെ ആവശ്യമായിട്ട് വരുന്നു. അത് എന്തിലേക്ക് നയിച്ചു, ഫോർമൽ സ്കൂൾസിന്റെ എമർജൻസിലേക്ക്, അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെ എമർജൻസിലേക്ക് നയിച്ചു. നമുക്ക് ഒരു എക്സാമ്പിൾ വെച്ച് പറയാം. അതായത് നമ്മള് ഒരു ഡോക്ടറെ കാണാൻ പോവാണ്, നമുക്ക് സ്കിന്നിനാണ് പ്രോബ്ലം, സ്കിന്നില് പിമ്പിൾസ് വരികയാണെന്ന് വിചാരിക്കുക. സോ നമ്മളൊരു നോർമൽ MBBS ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞാൽ അവർക്ക് സ്കിന്നിനെ കുറിച്ച് ഡീപ്പർ നോളജ് ഉണ്ടാവണമെന്നില്ല. സോ അവരെന്ത് ചെയ്യും, നമ്മളെ നേരെ പോയിട്ട് ഡെർമറ്റോളജിസ്റ്റിന് റെഫർ ചെയ്യും. അതായത് ഡെർമറ്റോളജിസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിന്റെ ഏരിയയിൽ കുറച്ചുകൂടി നോളജ് ഉള്ള ആളാണ്. സോ നമ്മുടെ തൊലിപ്പുറത്തുള്ള രോഗങ്ങളൊക്കെ മാറ്റാൻ ആരായിരിക്കും കുറച്ചുകൂടി ബെറ്റർ എന്ന് പറയുന്നത്, ഈ ഒരു ഏരിയയിൽ കുറച്ചുകൂടി സ്പെഷ്യലൈസ്ഡ് ആയിട്ട് സ്പെഷ്യലൈസേഷൻ ഉള്ള, അല്ലെങ്കിൽ കുറച്ചുകൂടി ഡീപ്പ് നോളജ് ഉള്ള ഒരാളായിരിക്കും ബെറ്റർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ഒരു ജനറൽ MBBS ഡോക്ടർ നമ്മുടെ ഡെർമറ്റോളജിസ്റ്റിന് റെഫർ ചെയ്യുന്നത്. സോ ആ ഒരു കാര്യം ഇവിടെ എടുത്തു കഴിഞ്ഞാൽ മതി. അതായത് ഇങ്ങനെ ഇൻഡസ്ട്രിയലൈസേഷൻ കഴിഞ്ഞ ശേഷം, അല്ലെങ്കിൽ ഇൻഡസ്ട്രിയലൈസേഷന്റെ പ്രോസസ്സിൽ ഡ്യൂറിങ് ഇൻഡസ്ട്രിയലൈസേഷൻ എന്ത് വരികയാണ്, ഡിവിഷൻ ഓഫ് ലേബർ വരികയാണ്. അതായത് ഓരോ ആക്ടിവിറ്റീസ്, അല്ലെങ്കിൽ മെഷീൻസ് പ്രവർത്തിപ്പിക്കാന് അങ്ങനെ സ്കിൽഡ് ആയിട്ടുള്ള ലേബേഴ്സിനെ നമുക്ക് എന്ത് വരികയാണ്, ആവശ്യം വരികയാണ്. സോ അത്തരത്തിൽ സ്കിൽഡ് ലേബേഴ്സ് വരുമ്പോൾ അവരെ അതിൽ ട്രെയിൻ ചെയ്യിക്കാൻ എന്താണ്, നമുക്ക് അതിനനുസരിച്ചുള്ള ഫെസിലിറ്റീസ് ആവശ്യമാണ്.
അപ്പോഴാണ് എന്തിന്റെ എമർജൻസി വരുന്നത്? ഇത്തരത്തിൽ ഓരോ പെർട്ടിക്കുലർ ആയിട്ട് ഓരോ ടാസ്ക് ചെയ്യിക്കണമെങ്കിൽ അത്തരത്തിലുള്ള അവർക്ക് ട്രെയിനിങ് നൽകാൻ ആവശ്യമായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെയും സ്കൂളിന്റെയും വരവ്. സോ നമുക്ക് ഇതിനെ എങ്ങനെ ലിങ്ക് ചെയ്യാം? ആദ്യം നമ്മൾ എന്ത് പറയുന്നു? ഇൻഡസ്ട്രിയലൈസേഷന്റെ വരവ് പറയുന്നു. സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയലൈസേഷൻ വന്നതുകൂടി സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ടാസ്കുകൾ ചെയ്യാൻ നമുക്ക് എന്ത് വേണം? ആൾക്കാരെ ആവശ്യമായിട്ട് വരുന്നു. സോ അത്തരത്തിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ ആവശ്യമായി വരുന്ന സമയത്ത് എന്ത് ചെയ്യാണ്? ഇത്തരത്തിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്കൂൾസും ഇൻസ്റ്റിറ്റ്യൂഷൻസും വരികയാണ്. സോ നമുക്ക് സ്കൂൾസും ഇൻസ്റ്റിറ്റ്യൂഷൻസും എടുത്തു കഴിഞ്ഞാൽ, അതായത് MBBS ഡോക്ടർ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ എവിടെയാണ് പഠിക്കുക? മെഡിക്കൽ കോളേജിലൊക്കെയാണ് പഠിക്കുക അല്ലെ? എഞ്ചിനീയറിംഗ് ഉണ്ട്. അതുപോലെ തന്നെ ഓരോ എന്താ പറയാ, ഓരോ ടാസ്കുകൾ ചെയ്യാൻ എന്താണ് സൊസൈറ്റിയിൽ ഓരോ വിഭാഗങ്ങൾ ഈ ഒരു കാലഘട്ടത്തില് ഉയർന്നു വരികയാണ്. അങ്ങനെയാണ് എന്ത് വരുന്നത്? ലൈക്ക് ഈ ഒരു സ്പെഷ്യലൈസ്ഡ് ടാസ്കുകൾ ചെയ്യാൻ ആളുകളെ ആവശ്യമായ ഘട്ടത്തിലാണ് ഇത്തരത്തിൽ ഫോർമൽ സ്കൂളിങ്ങും അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഒക്കെ ഉയർന്ന വരവ് എന്ന് പറയുന്നത്. ഓവർ ദ ടൈം എഡ്യൂക്കേഷൻ ഇവോൾവ്ഡ്. ലൈക്ക് സമയം കഴിയുന്നതിനനുസരിച്ച് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ലൈക് ട്രാൻസ്മിഷൻ ഓഫ് ഫാക്ട്സ് അല്ലെങ്കിൽ നോളജ് സ്കിൽസ് എന്നതിലുപരി അതിൽ എന്ത് ചെയ്യാണ്? ഇവോൾവ് ചെയ്യാണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ്. എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് വെറും ഫാക്ട്സ് ആയിട്ട് അല്ലെങ്കിൽ മറ്റു കാര്യങ്ങള് നമുക്ക് ലൈക്ക് പാസ് ചെയ്യുക എന്നതിലുപരി മോറൽ, ഇന്റലക്ച്വൽ, സ്പിരിച്വൽ ഡെവലപ്മെന്റ് ഓഫ് ഇൻഡിവിജ്വൽ. ലൈക്ക് നോട്ട് ജസ്റ്റ് ദ അക്വിസിഷൻ ഓഫ് സ്കിൽസ് ലൈക്ക് അക്യൂർ ചെയ്യുക എന്നതിലുപരി നമ്മുടെ എല്ലാ തരത്തിലുള്ള ഒരു ഇൻഡിവിജ്വലിന്റെ മോറൽ അതുപോലെ തന്നെ ഇന്റലക്ച്വൽ, സ്പിരിച്വൽ ഡെവലപ്മെന്റിലൊക്കെ എന്ത് ചെയ്യാണ്? എഡ്യൂക്കേഷൻ കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് നമുക്കൊരു ബ്രോഡ് വ്യൂ ആണ് എന്ത് തരുന്നത്? എഡ്യൂക്കേഷൻ തരുന്നത്. എല്ലാ കാര്യത്തിനെ കുറിച്ചും നമുക്ക്, അതായത് ഒരു ഇൻഡിവിജ്വലിന്റെ പേഴ്സണാലിറ്റിയെ തന്നെ ശരിയായ രീതിയിൽ ഡെവലപ്പ് ചെയ്ത് ആ ഒരു ഇൻഡിവിജ്വലിനെ എന്ത് ചെയ്യിക്കുക? ഒരു സൊസൈറ്റിയിലേക്ക് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു സിറ്റിസൺ ആക്കി മാറ്റുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നടക്കുകയാണ്. നമ്മള് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ, അതായത് എങ്ങനെയാണ് ഈ ഒരു ഫാക്ട്സ് പഠിക്കുക, ഫാക്ട്സ് മെമ്മറൈസ് ചെയ്യുക, ബൈഹാർട്ട് ചെയ്യുക എന്നതിലുപരി എന്ത് ചെയ്യാണ്? നമ്മുടെ ഇൻഡിവിജ്വൽസിന്റെ ഓരോ ആസ്പെക്ട്സിന്റെയും അല്ലെങ്കിൽ ഓരോ എങ്ങനെയാണ് നമ്മൾ സൊസൈറ്റിയെ കാണുന്നത്, എങ്ങനെയാണ് നമ്മൾ സ്കിൽസ് ലൈക് ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, അതുപോലെ തന്നെ നമ്മള് സ്പിരിച്വൽ ഡെവലപ്മെന്റ്, ഈ എല്ലാ എന്താ പറയാ ആസ്പെക്ട്സിലും ഈ ഒരു എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന സംഗതി എന്ത് ചെയ്യാണ്? നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ തുടങ്ങി. ആൻഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നമ്മളെ സോഷ്യലൈസ് ചെയ്യുകയാണ്. സ്കൂൾസ് എന്ന് പറയുന്നത് സോഷ്യലൈസേഷന് കൂടി എന്താ പറയാ നമ്മുടെ സഹായിക്കുന്ന ഒരു ഘടകമാണ്. നമ്മുടെ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒബ്വിയസ്ലി വീടാണ്. വീട്ടിൽ നിന്നാണ് നമ്മൾ എന്ത് പഠിക്കുന്നത്? എങ്ങനെ ആയിരിക്കണം ഒരാളുമായിട്ട് പെരുമാറേണ്ടത്, എങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ ഫസ്റ്റ് ലാംഗ്വേജ് എങ്ങനെ സംസാരിക്കണം, പൊതുമധ്യേ എങ്ങനെ നമ്മൾ സംസാരിക്കണം എന്നൊക്കെ പഠിക്കുന്നത് എന്താണ്? വീട്ടിൽ നിന്നാണ്. സോ വീട് കൂടാതെ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ സ്കൂൾ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനും സോഷ്യലൈസേഷൻ, അതായത് ഒരു വ്യക്തിയെ സോഷ്യലൈസ് ചെയ്യുന്നതിൽ വലിയൊരു ഭാഗമാണ്. നമുക്ക് ഫോർമൽ സോഷ്യലൈസേഷൻ ലഭിക്കുന്നത് എവിടെ നിന്നാണ്? സ്കൂളിൽ നിന്നാണ്. അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ അക്വയർ ചെയ്യുന്നതിലൂടെയാണ് നമുക്കൊരു ഫോർമൽ ആയിട്ടുള്ള സോഷ്യലൈസേഷൻ ലഭിക്കുന്നത്. നമുക്ക് വീട്ടിൽ നിന്ന് ലഭിക്കുന്നത് ഇൻഫോർമൽ സോഷ്യലൈസേഷൻ ആണ്. ഇൻഫോർമൽ സോഷ്യലൈസേഷൻ ഇൻ ദ സെൻസ് ഇൻഫോർമൽ ആയിട്ടുള്ള സെറ്റിംഗിൽ നമ്മൾ എങ്ങനെ പെരുമാറുക എന്നുള്ളത്. ബട്ട് അറ്റ് ദ സെയിം ടൈം സ്കൂൾ എന്ന് പറയുമ്പോൾ ഒരു ഫോർമൽ സെറ്റിംഗിൽ നമ്മൾ എങ്ങനെ പെരുമാറുക എന്നുള്ള കാര്യങ്ങളാണ് നമുക്ക് സ്കൂളിൽ നിന്ന് ലഭിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോ സ്കൂളിൽ ടീച്ചറിന്റെ അടുത്ത് നമുക്കൊരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരു ഡൗട്ട് വരികയാണ് എടുക്കുന്ന ടോപ്പിക്കിൽ, വിൽ റൈസ് ഔട്ട് ലൈക്ക് നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ കൈ പൊന്തിച്ച് നമ്മൾ ആ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യും? ലൈക്ക് നമ്മുടെ ഡൗട്ട് മാമിന്റെ അടുത്ത് ചോദിക്കും. അറ്റ് ദ സെയിം ടൈം നമുക്ക് എന്തെങ്കിലും ഡൗട്ട് നമ്മുടെ വീട്ടില് നമ്മള് അമ്മയോട് എന്തെങ്കിലും ചോദിക്കണമെന്നുണ്ടെങ്കിൽ അമ്മയെന്ന് വിളിച്ച് നേരെ പോയി ചോദിക്കുകയാണ് ചെയ്യുക. ബട്ട് ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? വളരെ റെസ്പെക്ട്ഫുള്ളി ടീച്ചറിനോട് പോയി അല്ലെങ്കിൽ കൈ പൊന്തിച്ച് എനിക്ക് ഇങ്ങനെ ഒരു ഡൗട്ട് ഉണ്ട് മാം എന്നുള്ള കാര്യം നമ്മൾ പറയാണ് ചെയ്യുക. സോ ഇത്തരത്തിലുള്ള ഫോർമൽ ആയിട്ടുള്ള സോഷ്യലൈസേഷന് എന്ത് സഹായിക്കുന്നുണ്ട്? എഡ്യൂക്കേഷൻ നമ്മളെ സഹായിക്കുന്നുണ്ട്. സോ എഡ്യൂക്കേഷൻ നോട്ട് ഓൺലി വാട്ട് ചിൽഡ്രൻ ലേൺ ഇൻ സ്കൂൾ. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ കുട്ടികൾ എന്ത് പഠിക്കുന്നു, സ്കൂളിൽ നിന്നുള്ള ഫാക്ച്വൽ ആയിട്ട് എന്ത് പഠിക്കുന്നു എന്നത് മാത്രമല്ല എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്.
പക്ഷേ അവരുടെ പിയർ ഗ്രൂപ്പിൽ നിന്നും മറ്റും ഒക്കെ അവർ അബ്സോർബ് ചെയ്യുന്ന സാധനങ്ങളും എന്താണ്, എഡ്യൂക്കേഷന്റെ ഭാഗമാണ്. ബട്ട് ഓൾസോ വാട്ട് ദേ അബ്സോർബ് ഇൻ ഫാമിലീസ്, പിയർ ഗ്രൂപ്പ്സ് ആൻഡ് ബ്രോഡർ സോഷ്യൽ സെറ്റിംഗ്. ദിസ് ഡുവൽ പ്രോസസ് ഹെൽപ്പ് ഷേപ്പ് ഇൻഡിവിജ്വൽസ്. സോ ഇത്തരത്തില് നമ്മൾ സ്കൂളിൽ നിന്ന് പഠിക്കുന്ന കാര്യങ്ങളൊക്കെ, സ്കൂളിൽ നിന്ന് മാത്രമല്ല, സ്കൂളിൽ എത്തുമ്പോൾ നമുക്ക് ഒബ്വിയസ്ലി ഒരു പിയർ ഗ്രൂപ്പ് ഉണ്ടാവും. പിയർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ഫ്രണ്ട് സോൺ അല്ലേ, നമ്മുടെ ഒരേ സെയിം ഏജിൽ വരുന്ന ആൾക്കാര്, അവരുമായിട്ട് നമ്മൾ ഇടപഴകുന്നു, അവരിൽ നിന്നും നമ്മൾ പലതരത്തിലുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നു. ഇതൊക്കെ എന്തിനു സഹായിക്കുന്നുണ്ട്, ഒരു ഇൻഡിവിജ്വലിന്റെ പേഴ്സണാലിറ്റിയെ ഷേപ്പ് ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ മോൾഡ് ചെയ്തെടുക്കാൻ സഹായിക്കുന്നുണ്ട്. സോ ഇനി നമ്മൾക്ക് പറയാനുള്ളത് എന്താണ് ഈ ട്രെയിനിങ്ങും എഡ്യൂക്കേഷനും തമ്മിലുള്ള വ്യത്യാസം. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഇസ് നത്തിങ് ബട്ട് നമ്മൾ എന്ത് ചെയ്യുക, ലൈക്ക് നോളജ് അക്യൂർ ചെയ്യുക എന്നുള്ളതാണ് എഡ്യൂക്കേഷൻ കൊണ്ട് ബേസിക്കലി നമ്മൾ ഉദ്ദേശിക്കുന്നത്. ബട്ട് അറ്റ് ദ സെയിം ടൈം ട്രെയിനിങ് എന്ന് പറയുന്നത് എന്താണ്, ഫോക്കസസ് ഓൺ അക്യൂറിങ് സ്പെസിഫിക് സ്കിൽസ്. അതായത് ഒരു സ്പെസിഫിക് സ്കിൽ അക്യൂർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്തില് ലൈക്ക് ട്രെയിനിങ്ങിൽ നമ്മൾ ചെയ്യുന്നത്. അതായത് എന്തെങ്കിലും ഒരു സ്പെസിഫിക് സ്കിൽ ഏതെങ്കിലും ഒരു എക്സാമ്പിൾ പറഞ്ഞേ, നിങ്ങൾക്ക് മൈൻഡിൽ ഓടിയെത്തുന്ന എക്സാമ്പിൾ എന്താണ്? ലൈക്ക് ഇപ്പോ നമുക്കൊരു എന്താ പറയാ, മോട്ടിവേഷണൽ സ്പീക്കർ ആവണം. അവിടെ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറയുന്നത് എന്താണ്, വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. സോ ഈ ഒരു ട്രെയിനിങ് എന്ന് പറയുന്നത് സ്കില്ല് നേടിയെടുക്കുക എന്നുള്ളതാണ്. ആൻഡ് എഡ്യൂക്കേഷൻ എയിംസ് അറ്റ് ദ ഓൾ അറൌണ്ട് ഡെവലപ്മെന്റ് ഓഫ് ഇൻഡിവിജ്വൽസിന്റെ എല്ലാ ഡെവലപ്മെന്റും, അതായത് എല്ലാ ആസ്പെക്ട്സിലുള്ള ഡെവലപ്മെന്റിനെയാണ്, അല്ലെങ്കിൽ നോളജ് അക്യൂർ ചെയ്യുക എന്നുള്ള കാര്യത്തിൽ കൂടിയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു എഡ്യൂക്കേഷൻ എയിം ചെയ്യുന്നത്. ബട്ട് അറ്റ് ദി സെയിം ടൈം ട്രെയിനിങ് എന്ന് പറയുന്നത് എന്താണ്, ട്രെയിനിങ് എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ സ്കിൽ അക്യൂർ ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് എഡ്യൂക്കേഷൻ നമ്മളെ എന്ത് ചെയ്യുന്നു, ഒരു നല്ലൊരു ഇൻഡിവിജ്വൽ ആയിട്ട് മോൾഡ് ചെയ്യാൻ സഹായിക്കുന്നു, നമ്മുടെ പെർസ്പെക്റ്റീവിനെ വളർത്താൻ, അതായത് നമ്മുടെ കാഴ്ചപ്പാടുകളെ ഷേപ്പ് ചെയ്യാൻ സഹായിക്കുന്നു, അതുപോലെ തന്നെ ക്രിട്ടിക്കൽ തിങ്കിങ്ങിനെ ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കുന്നു. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എഡ്യൂക്കേഷൻ നമ്മളെ സഹായിക്കുന്നുണ്ട്. ആൻഡ് ട്രെയിനിങ് എന്ന് പറയുന്നത് എന്താണ്, ഒരു സ്കിൽ അക്യൂർ ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സഹായിക്കുന്നത്. ആൻഡ് ഇനി റോൾ ഓഫ് റിനൈസൻസ്, നമ്മൾ ഇത്രയും പറഞ്ഞത് എന്താണ്, ആദ്യം നമ്മൾ എന്താണ് എഡ്യൂക്കേഷൻ എന്നുള്ളത് പറഞ്ഞു. ദെൻ ഇൻഡസ്ട്രിയലൈസേഷന്റെ കാലഘട്ടത്തിലും എങ്ങനെയാണ് എഡ്യൂക്കേഷന്റെ എമർജൻസ് എന്ന് പറഞ്ഞു. ദെൻ സോഷ്യലൈസേഷൻ പറയുന്ന പ്രോസസ്സ് ഫാമിലിയിലും അതുപോലെ തന്നെ സ്കൂളിലും എങ്ങനെയാണ് എന്നുള്ളതും എഡ്യൂക്കേഷനും ട്രെയിനിങ്ങും തമ്മിലുള്ള വ്യത്യാസവും നമ്മൾ പറഞ്ഞു. സോ ഇനി അടുത്തത് നമ്മൾ ക്ലാസിക്കൽ എഡ്യൂക്കേഷനെ കുറിച്ചാണ് എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഡ്യൂറിംഗ് ദ റിനൈസൻസ് ദ ഫോക്കസസ് was on the mastering Latin and other classical language along with the study of classical literature. അതായത് ഈ റിനൈസൻസ് പീരീഡ്, എന്താണ് റിനൈസൻസ്? റിനൈസൻസ് എന്ന് പറയുന്നത് നമ്മുടെ റിനൈസൻസ് എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്ന് പറയുന്നത് റീബർത്ത് എന്നാണ്. റിനൈസൻസ് പീരീഡിന്റെ മുന്നേയുള്ള കാലഘട്ടത്തെയാണ് നമ്മൾ എന്ത് പറഞ്ഞിരുന്നത്, ഡാർക്ക് ഏജ് എന്ന് പറയുന്നത്. ഈ ഡാർക്ക് ഏജിന്റെയും മോഡേണിറ്റിയുടെയും ഇടയിലുള്ള പീരീഡ് ആണ് റിനൈസൻസ് എന്ന് പറയുന്നത്. ഡാർക്ക് ഏജിൽ പലതരത്തിലുള്ള സോഷ്യൽ ലെവൽസ്, ഫ്യൂഡൽ സിസ്റ്റം ഒക്കെ നിലനിന്നിരുന്നു. യൂറോപ്പിലെ കാര്യമാണ് പറയുന്നത്. സോ അതിനുശേഷം അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളെയും എന്ത് ചെയ്യാൻ തുടങ്ങി, ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങി. ആ ഒരു കാലഘട്ടത്തിലാണ് ഈ റിനൈസൻസ് പീരീഡ് എന്ത് ചെയ്യുന്നത്, ഉണ്ടാവുന്നത്. ഇറ്റലിയിലാണ് ഈ ഒരു റിനൈസൻസ് പീരീഡിന്റെ എമർജൻസ് എന്ന് പറയുന്നത്. സോ ഈ ഒരു റിനൈസൻസ് പീരീഡിൽ നമ്മൾ ലിറ്ററേച്ചറിനൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി, കുറച്ചുകൂടി അധികം പ്രാധാന്യം നൽകാൻ തുടങ്ങിയത് ഈ ഒരു കാലഘട്ടത്തിലാണ്. മോഡേണിറ്റിയുടെയും അതുപോലെ തന്നെ ഡാർക്ക് ഏജിന്റെയും ഇടയിൽ വരുന്ന പീരീഡ് ആണ് എന്തെന്ന് പറയുന്നത്, റിനൈസൻസ് എന്ന് പറയുന്നത്. ആൻഡ് 14ാം നൂറ്റാണ്ടിലാണ് ഇത് സംഭവിക്കുന്നത്. ആൻഡ് ഇറ്റ് ഫോക്കസസ് ഓൺ മാസ്റ്ററിംഗ് ലാറ്റിൻ ആൻഡ് അതർ ക്ലാസിക്കൽ ലാംഗ്വേജ്. ലാറ്റിൻ ലാംഗ്വേജിലും അതുപോലെ തന്നെ മറ്റ് ക്ലാസിക്കൽ ലാംഗ്വേജസിലും പിന്നെ ലിറ്ററേച്ചർ സ്റ്റഡീസിനൊക്കെ ആയിരുന്നു എന്ത് കൊടുത്തിരുന്നത്, ഈ ഒരു റിനൈസൻസ് പീരീഡ് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഹ്യൂമനിസ്റ്റ് ബിലീവ്സ് ദാറ്റ്
this form of education would cultivate critical thinking and humanistic values. So ഇത്തരത്തിലുള്ള എഡ്യൂക്കേഷൻ എന്തിലേക്ക് നയിക്കുന്ന എഡ്യൂക്കേഷൻ ക്രിട്ടിക്കൽ തിങ്കിങ്ങിലേക്കും അതുപോലെ തന്നെ ഹ്യൂമനിസ്റ്റിക് വാല്യൂസിന്റെ ഡെവലപ്മെന്റിലേക്കും നയിക്കുമെന്ന് ആര് വിശ്വസിച്ചു? ഹ്യൂമനിസ്റ്റുകൾ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു. സോ അതുപോലെ തന്നെ ഈ ഒരു കാലഘട്ടത്തിലുള്ള മറ്റൊരു ലൈക്ക് ഒരു ഫീച്ചർ എന്ന് പറയാൻ പറ്റില്ല, അതെ ഫീച്ചർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് എക്സ്ക്ലൂസിവിറ്റി, ഇൻക്ലൂസീവ് അല്ലായിരുന്നു. എലൈറ്റ് ആയിട്ടുള്ള പീപ്പിളിന് മാത്രമായിരുന്നു എന്ത് ചെയ്യുക, അതായത് എഡ്യൂക്കേഷൻ നേടിയെടുക്കുക എന്ന് പറയുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. എല്ലാവർക്കും ഉള്ള ഒരു ഓപ്പർച്യൂണിറ്റി അല്ലായിരുന്നു. എലൈറ്റ് ആയിട്ടുള്ള ആളുകൾക്ക് എഡ്യൂക്കേഷൻ ഈ ഒരു കാലഘട്ടത്തിൽ നേടിയെടുക്കാൻ പറ്റും. അറ്റ് ദ സെയിം ടൈം സ്ലേവ്സ്, വിമൻ, ഇവർക്കൊക്കെ എന്തായിരുന്നു, എഡ്യൂക്കേഷൻ ഡിനൈ ചെയ്തിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. എഡ്യൂക്കേഷൻ ഡ്യൂറിംഗ് ദിസ് പീരീഡ് വാസ് largely reserved for the elite, consisting of literary figures, poets, translators and teachers. ഇവർക്ക് മാത്രം, ഈ ഒരു കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് മാത്രമായിരുന്നു എന്ത് ചെയ്യാൻ ലൈക്ക് എഡ്യൂക്കേഷൻ നേടിയെടുക്കുക എന്ന് പറയുന്ന ഒരു കാര്യത്തിന് എന്തുള്ളത്, ഐ മീൻ ആക്സസ് ഉണ്ടായിരുന്നത് ഇവർക്ക് മാത്രമായിരുന്നു. അറ്റ് ദ സെയിം ടൈം പലതരത്തിലുള്ള ആളുകൾക്കും ഈ ഒരു എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് എന്ത് ചെയ്യപ്പെട്ടു, ഡിനൈ ചെയ്യപ്പെട്ടിരുന്നു. സോ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് എക്സ്ക്ലൂസീവ് ആയിരുന്നു, ഇൻക്ലൂസീവ് അല്ല എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ആൻഡ് അതിനുശേഷമാണ് എന്ത് വരുന്നത്, ഇൻവെൻഷൻ ഓഫ് പ്രിന്റിംഗ് പ്രസ്. അതായത് 1423 പ്രിന്റിംഗ് പ്രസിന്റെ കണ്ടുപിടുത്തം നടക്കുകയാണ്. ഇതെന്താണ് നമ്മുടെ ഈ ഒരു ലിറ്ററസി അല്ലെങ്കിൽ ഈ ഒരു എഡ്യൂക്കേഷൻ സ്പ്രെഡ് ചെയ്യുന്നതിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള ഒരു കാലഘട്ടമാണ് ഈ ഒരു 1423 എന്ന് പറയുന്നത്. കാരണം ഈ പ്രിന്റിംഗ് പ്രസിന്റെ കണ്ടുപിടുത്തത്തോട് കൂടിയിട്ട് ബുക്സ് ഒക്കെ കുറച്ചുകൂടി ആൾക്കാർക്ക് അവൈലബിൾ ആയിട്ട് തുടങ്ങി. സോ ആക്സസ് ചെയ്യാൻ, അതായത് അവൈലബിൾ ഇൻ ദ സെൻസ് ആക്സസ് ചെയ്യാൻ കുറച്ചുകൂടി പറ്റി. സോ ആൾക്കാർക്ക് റീഡിങ് ഹാബിറ്റ്സ് വരാനും ആൾക്കാരുടെ ഇടയിൽ ലിറ്ററസി വർദ്ധിക്കാനും ഒക്കെ ഈ ഒരു കണ്ടുപിടുത്തം അല്ലെങ്കിൽ ഈ ഒരു പ്രസിംഗ് പ്രിന്റിന്റെ കണ്ടുപിടുത്തം എന്തായി, വളരെ വലിയൊരു കാരണമായി എന്ന് നമുക്ക് പറയാം. ഇതുപോലെ തന്നെ 16-17 നൂറ്റാണ്ടുകളില് പ്രൊട്ടസ്റ്റന്റ് റിഫോമേഴ്സ് ലിറ്ററസി എന്ത് ചെയ്തു, ലൈക്ക് ലിറ്ററസി അല്ലെങ്കിൽ ഈ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ആളുകൾക്ക് കുറച്ചുകൂടി ആക്സസിബിൾ ആക്കാൻ അവരെന്ത് ചെയ്തു, ശ്രമിച്ചു. അതെങ്ങനെയാണ് ശ്രമിച്ചത്? പ്രൊട്ടസ്റ്റന്റ് റിഫോമേഴ്സ് പ്രൊമോട്ടഡ് ലിറ്ററസി. അവര് ലിറ്ററസി ഒന്നുകൂടി പ്രൊമോട്ട് ചെയ്തു ബൈ എൻകറേജിങ് റീഡിംഗ്, റൈറ്റിംഗ്, അരിത്തമാറ്റിക് ആൻഡ് റിലീജിയസ് എഡ്യൂക്കേഷൻ. അതായത് റീഡിങ്ങും റൈറ്റിങ്ങും അരിത്തമാറ്റിക്, റിലീജിയസ് എഡ്യൂക്കേഷൻ ഇതൊക്കെ എൻകറേജ് ചെയ്യുന്നതിലൂടെ അല്ലെങ്കിൽ ഇതൊക്കെ നേടിയെടുക്കാൻ ആൾക്കാർ എന്ത് ചെയ്യാണ്, എൻകറേജ് ചെയ്യാണ്. ഇത് ആൾക്കാരുടേതായിട്ടുള്ള അവരുടെ ലാംഗ്വേജിൽ ആൾക്കാർക്ക് പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെ കുറച്ചുകൂടി എന്ത് ചെയ്യാണ്, ആൾക്കാർക്ക് കുറച്ചുകൂടി സിമ്പിൾ ആയിട്ട് കാര്യങ്ങളെ ആക്സസ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഇവിടെ കിട്ടുകയാണ്. അതാണ് ഈ ഒരു 16-17 നൂറ്റാണ്ടുകളില് പ്രൊട്ടസ്റ്റന്റ് റിഫോമേഴ്സ് എന്ത് ചെയ്തിട്ടുള്ളത്, പ്രൊമോട്ട് ചെയ്തിട്ടുള്ളത്. സോ ഇത് എന്ത് ചെയ്യും, മേക്കിംഗ് ലേണിംഗ് മോർ ആക്സസിബിൾ ടു ജനറൽ പബ്ലിക്. സാധാരണക്കാർക്ക് വരെ ആക്സസിബിൾ ആയിട്ടുള്ള എന്താ പറയാ, അല്ലെങ്കിൽ ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് ഇത് നയിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ആൻഡ് അത് കൂടാതെ ഈ ലിറ്ററസി അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന രണ്ട് ടേംസും നമ്മൾ നോർമലി ഒരുപോലെ സിനോണിമായിട്ട് യൂസ് ചെയ്യുന്ന ടേംസ് ആണ് ആൻഡ് കോമൺലി അസോസിയേറ്റഡ് വിത്ത് റീഡിംഗ്, റൈറ്റിംഗ് ആൻഡ് അരിത്തമാറ്റിക്. സോ ഈ ലിറ്ററസി എന്ന് പറയുന്ന വേർഡ് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന വേർഡ് അസോസിയേറ്റഡ് വിത്ത് 3 things which are reading, writing, arithmetic, has historically been seen as a fundamental skill set for individuals to function efficiently in a society. So ഇത് എന്തായിട്ടാണ് കണ്ടുകൊണ്ടിരുന്നത്, has been seen as a fundamental skills. ഒരു ഇൻഡിവിജ്വലിന് സൊസൈറ്റിയിൽ എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫണ്ടമെന്റൽ സ്കിൽസ് ആയിട്ടായിരുന്നു ഈ 3 റീഡിങ്ങും റൈറ്റിങ്ങും അരിത്തമാറ്റിക് സ്കിൽസിനെയും എന്ത് ചെയ്തുകൊണ്ടിരുന്നത്, ആ കാലഘട്ടത്തിൽ കണ്ടുകൊണ്ടിരുന്നത്. ആൻഡ് നൗ വി ആർ ഡിസ്കസിങ് അബൌട്ട് ലൈക്ക് ഗവൺമെന്റ് ആൻഡ് NGOs. ഈ ഒരു കാലഘട്ടം, അതായത് നമ്മളിപ്പോ പറഞ്ഞത് യൂറോപ്യൻ കാലഘട്ടത്തിനെ കുറിച്ചും പ്രിന്റിംഗ് പ്രസ്
കണ്ടുപിടിച്ചതിനെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചു. അതിനുശേഷമാണ് ഗവൺമെന്റിന്റെയും NGOസിന്റെയും വരവെന്ന് പറയുന്നത്. സോ ഈ ഗവൺമെന്റും NGOസും പലതരത്തിലുള്ള ലൈക് സ്കീംസ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എഡ്യൂക്കേഷൻ എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, ലൈറ്റ് പീപ്പിളിന് മാത്രമല്ലാതെ എല്ലാ തരത്തിലുള്ള ആൾക്കാർക്കും ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പലതരത്തിലുള്ള പ്രോഗ്രാംസ് ഒക്കെ എന്ത് ചെയ്യാണ് കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ സൊസൈറ്റിയിൽ. വേരിയസ് ലിറ്ററസി ക്യാമ്പയിൻസ് ബൈ ഗവൺമെന്റ് ബോഡീസ് ആൻഡ് നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ ആൻഡ് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഹാവ് aimed at promoting literacy rate. Okay, സോ ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുള്ള, നമ്മൾ കേരള ഗവൺമെന്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിലാണ് പറയുന്നത്, എല്ലാവർക്കും എലമെന്ററി എഡ്യൂക്കേഷൻ എന്താണ്, എല്ലാവർക്കും ആക്സസ് ചെയ്യുന്ന രീതിയിൽ എഡ്യൂക്കേഷൻ ഫ്രീ ആയിട്ട് കൊടുക്കുക എന്ന് പറയുന്ന ഒരു സാധനം നമ്മുടെ കേരള ഗവൺമെന്റ് മാത്രമല്ല ഇന്ത്യൻ ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുള്ള ഒരു സാധനമാണ്. നമ്മൾ ഫ്രീ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക. സർക്കാർ സ്കൂളുകൾ നമുക്ക് ഫ്രീ എഡ്യൂക്കേഷൻ ആണ് കിട്ടുന്നത്. അതുപോലെ തന്നെ നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻസും പലതരത്തിലുള്ള സ്കോളർഷിപ്പ് ഒക്കെ കൊടുത്തുകൊണ്ടും ഈ ഒരു എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ലിറ്ററസിയെ ഇംപ്രൂവ് ചെയ്യുക എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, അവർ കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുണ്ട്. ആസ് ലിറ്ററേറ്റ് ഇൻഡിവിജ്വൽസ് ആർ thought to be contribute more productively to society and safeguard national interests. So ഒബ്വിയസ്ലി ഒരു ലിറ്ററേറ്റ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ സാക്ഷരതയുള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത് സമൂഹത്തിൽ കുറച്ചുകൂടി പ്രൊഡക്ടിവിറ്റി അല്ലെങ്കിൽ സമൂഹത്തിന് കുറച്ചുകൂടി കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണ്. സോ അതുകൊണ്ട് തന്നെ ഇവരെന്ത് ചെയ്തിട്ടുണ്ട്, ഗവൺമെന്റും NGOയും പലതരത്തിലുള്ള എഫേർട്സ്, അതായത് ഇത്തരത്തില് ലിറ്ററസി കൂട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ തക്ക രീതിയിൽ എന്ത് ചെയ്യുക, എഡ്യൂക്കേഷനെ മാറ്റുക എന്നുള്ള ഒരു എയിം അവർക്ക് ഉണ്ടായിരുന്നു. ആൻഡ് ദ റോൾ ഓഫ് UNESCO and changing aspects on literacy. The initially UNESCO literacy campaigns were centered around teaching basic skills to adult. അതായത് യുനെസ്കോ ബേസിക് ആയിട്ട്, അതായത് ആദ്യത്തെ സ്റ്റെപ്പില് അവര്, നമ്മളിനി യുനെസ്കോന്റെ കാര്യമാണ് ഡിസ്കസ് ചെയ്യുന്നത്. യുനെസ്കോ ആദ്യത്തെ സ്റ്റേജിൽ എന്തായിരുന്നു ചെയ്തിരുന്നത്, ബേസിക് ആയിട്ടുള്ള സ്കിൽസ് അഡോൾട്സിന് കൊടുക്കുക എന്നുള്ള കാര്യത്തിലായിരുന്നു യുനെസ്കോ ആദ്യം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവർക്ക് മനസ്സിലായി എന്തെങ്കിലും ഒരു ബേസിക് സ്കിൽസ് ലൈക്ക് അത് മാത്രം കൊടുത്തിട്ട് കാര്യമില്ല, അതിൽ മാത്രം ഫോക്കസ് ചെയ്തിട്ട് കാര്യം ഇല്ല എന്നുള്ളത് അവർക്ക് മനസ്സിലായി. സോ 1960 കാലഘട്ടത്തിലാണ് യുനെസ്കോ എന്ത് ചെയ്യുന്നത്, അഡോപ്റ്റഡ് ഫങ്ഷണൽ വ്യൂ ഓഫ് ലിറ്ററസി അഡോപ്റ്റ് ചെയ്യുന്നത്, ഫോക്കസിങ് ഓൺ സ്കിൽസ് ദാറ്റ് കുഡ് ഇംപ്രൂവ് പ്രൊഡക്ടിവിറ്റിയെ ഇംപ്രൂവ് ചെയ്യാൻ തക്കത്തിലുള്ള സ്കിൽസിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് 1960 കാലഘട്ടങ്ങളിൽ ഫങ്ഷണൽ ലിറ്ററസി ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് യുനെസ്കോ ചെയ്യുന്നത്. ആദ്യം അവർ എന്ത് ചെയ്തു, പലതരത്തിലുള്ള ബേസിക് ആയിട്ടുള്ള സ്കിൽസ് അഡോൾട്ടിന് നൽകുക എന്നുള്ള ഒരു പ്ലാൻ ആയിരുന്നു. ബട്ട് ദേ നോ ദാറ്റ് ലൈക്ക് ഇത് മാത്രം പോരാ എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായി. 1960 കാലഘട്ടങ്ങളിൽ അവർ എന്ത് ചെയ്തു, ലൈക്ക് ഫങ്ഷണൽ ലിറ്ററസി ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഫങ്ഷണൽ ലിറ്ററസി എന്ന് പറയുന്നത് എന്താണ്, ഫോക്കസിങ് ഓൺ ദ സ്കിൽസ് ദാറ്റ് കുഡ് ബി ഇംപ്രൂവ് പ്രൊഡക്ടിവിറ്റി ഇൻ ദ സെക്ടർ ലൈക്ക് എഡ്യൂക്കേഷൻ ആൻഡ് മാനുഫാക്ചറിങ്. എഡ്യൂക്കേഷൻ അല്ല, അഗ്രികൾച്ചറിലും മാനുഫാക്ചറിംഗിലും ഒക്കെ പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ തക്കത്തിലുള്ള സ്കിൽസ് ഇൻഡിവിജ്വൽസിന് കൊടുക്കുക, അത്തരത്തിലുള്ള ഫങ്ഷണൽ ലിറ്ററസി കൊടുക്കുക എന്നുള്ള കാര്യത്തിലേക്ക് എന്ത് ചെയ്തു, ഈ ഒരു യുനെസ്കോ അല്ലെങ്കിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു എന്ന് നമുക്ക് പറയാം. ബട്ട് അറ്റ് ദ സെയിം ടൈം ഇവിടെ ഉണ്ടായിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് എന്താണ്, അവർ ഈ ഒരു സോഷ്യോ കൾച്ചറൽ ആൻഡ് ലിംഗ്വിസ്റ്റിക് കോണ്ടെക്സ്റ്റ് ഓഫ് ലേണേഴ്സ് അതിനെ എന്ത് ചെയ്തു, ഇഗ്നോർ ചെയ്തിട്ട് ഒരു ഫങ്ഷണൽ ലിറ്ററസി, അതായത് ഐ മീൻ നമ്മുടെ ഈ ഒരു സോഷ്യോ കൾച്ചറൽ വ്യൂ പോയിന്റ്സ് അല്ലെങ്കിൽ പെർസ്പെക്റ്റീവ് വളർത്തുക എന്നതിലുപരി അവർക്ക് ഈ ഒരു ഫങ്ഷണൽ സ്കിൽസ്, പ്രൊഡക്ടിവിറ്റി കൂട്ടുന്ന ഫങ്ഷണൽ സ്കിൽസ് കൊടുക്കുക എന്നതിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചു പോയി. ഈ ഒരു അതേ സ്ഥാനത്ത് തന്നെ അവർ ഈ ഒരു സോഷ്യോ കൾച്ചറൽ ലിംഗ്വിസ്റ്റിക് കോണ്ടെക്സ്റ്റ് എന്ത് ചെയ്യാൻ തുടങ്ങി, ഇഗ്നോർ ചെയ്യാനും തുടങ്ങി. ഇഗ്നോർ ചെയ്യാൻ തുടങ്ങി എന്നുള്ളതല്ല, അത് ഇഗ്നോർ ചെയ്യപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. ആൻഡ് യുനെസ്കോ അതുപോലെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, 1980 കാലഘട്ടത്തില് ഈ യുനെസ്കോ
നമ്മുടെ ലിറ്ററസി കോൺസെപ്റ്റിനെ തന്നെ രണ്ടായിട്ട് വിഭജിച്ചിട്ടുണ്ട്. ദ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഓട്ടോണമസ് ലിറ്ററസി ആണ്. ഈ ഓട്ടോണമസ് ലിറ്ററസി ഈസ് നത്തിങ് ബട്ട് ഈ സ്കിൽ അക്യൂർ ചെയ്യുക എന്ന് പറയുന്നില്ലേ, അതിനെയാണ് നമ്മൾ ഓട്ടോണമസ് ലിറ്ററസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ സ്കിൽ അക്യൂർ ചെയ്യുന്ന ആ ഒരു എന്താ പറയാ പ്രോസസ് ആണ് ഓട്ടോണമസ് ലിറ്ററസി. ആൻഡ് ഐഡിയോളജിക്കൽ ലിറ്ററസി ഇസ് നത്തിങ് ബട്ട് ലിറ്ററസി ഷേപ്പഡ് ബൈ സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ കൾച്ചറൽ ഐഡിയോളജി. നമ്മുടെ സോഷ്യൽ പൊളിറ്റിക്കൽ കൾച്ചറൽ ഐഡിയോളജിയിലൂടെ ഷേപ്പ് ചെയ്യപ്പെടുന്ന ലിറ്ററസിയാണ് ഐഡിയോളജിക്കൽ ലിറ്ററസി എന്ന് പറയുന്നത്. സോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടോ? മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതിനുശേഷം നമുക്ക് പറയാനുള്ള ഒരു തിങ്കറാണ് ആര്? പൗലോ ഫ്രെയർ എന്ന് പറയുന്ന ആൾ. 1970 കാലഘട്ടത്തിൽ പൗലോ ഫ്രെയറിന്റെ ഇൻഫ്ലുവൻസ് ഇൻട്രൊഡ്യൂസ്ഡ് ദ കോൺസെപ്റ്റ് ഓഫ് ക്രിട്ടിക്കൽ തിയറി. അദ്ദേഹം എന്ത് ചെയ്തു? ക്രിട്ടിക്കൽ തിയറി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് എന്ത് ചെയ്യാണ്? എഡ്യൂക്കേഷനിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. എംഫസൈസിങ് ദ ലിറ്ററസി ഷുഡ് നോട്ട് only be about the learning skills but also questioning the societal norms and challenging the power structures. So പൗലോ ഫ്രെയർ എന്ന് പറയുന്ന ആൾ 1970 കാലഘട്ടത്തില് ക്രിട്ടിക്കൽ തിയറി എന്ത് ചെയ്യാണ്? ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുകയാണ്. ആൻഡ് നമ്മൾ ഇൻഡിവിജ്വൽസിനെ ഒരു പാർട്ടിസിപ്പേറ്റ്, അതായത് ആസ് എൻ ആക്റ്റീവ് പാർട്ടിസിപ്പേറ്റ് ആക്കുക, സൊസൈറ്റിയിൽ ഒരു ആക്റ്റീവ് പാർട്ടിസിപ്പേറ്റ് ആക്കി മാറ്റുകയും നമ്മളെ സ്കിൽസ് അക്യൂർ ചെയ്യുക, അല്ലെങ്കിൽ കാര്യങ്ങൾ ഫാക്ട്സ് പഠിക്കുക എന്നതിലുപരി കാര്യങ്ങളെ എന്താ പറയുക ഒരു ക്രിട്ടിക്കൽ രീതിയിൽ നോക്കിക്കാണുക, അല്ലെങ്കിൽ എന്തുകൊണ്ട് സൊസൈറ്റൽ നോംസിനെയും പവർ സ്ട്രക്ചേഴ്സിനെയും ഒക്കെ ചലഞ്ച് ചെയ്യുന്ന രീതിയിൽ നമ്മുടെ ചിന്താഗതിയെ വളർത്തിയെടുക്കുക എന്ന് പറയുന്ന ഒന്നിനുകൂടി അദ്ദേഹം എന്ത് കൊടുക്കുകയാണ്? ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണ്. ആൻഡ് ക്വസ്റ്റ്യൻസ് എവറിഥിങ്. ലൈക്ക് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സൊസൈറ്റൽ നോം, ലൈക്ക് നമ്മൾ നേരത്തെ പറഞ്ഞു എലൈറ്റ് പീപ്പിളിന് മാത്രമായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ എന്തുണ്ടായിരുന്നത് എന്നുള്ളത്, എഡ്യൂക്കേഷൻ അക്യൂർ ചെയ്യാനുള്ള അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ആക്സസ് ഉണ്ടായിരുന്നത് എന്നുള്ളത്. അത്തരത്തിലുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാൻ തുടങ്ങി? ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങി. ആൻഡ് ട്രീറ്റഡ് ദം ആസ് ആക്ടേഴ്സ് ആൻഡ് സബ്ജക്ട്സ്. ആൻഡ് സെക്കൻഡ് വൺ എന്ന് പറയുന്നത് എന്താണ്? ഗിവൻ ഇമ്പോർട്ടൻസ് ടു സോഷ്യോ കൾച്ചറൽ ഡൊമൈൻ. അവര് സോഷ്യോ കൾച്ചറൽ ഡൊമൈനെ എന്ത് ചെയ്യാൻ തുടങ്ങി? ഇമ്പോർട്ടൻസ് കൊടുക്കാൻ തുടങ്ങി. ആൻഡ് ഇത്രയും കാര്യങ്ങള് നമ്മള് പൗലോ ഫെയറിന്റെ ഈ ഒരു ഭാഗത്ത് എന്ത് ചെയ്യുക? ഓർമ്മിച്ചു വെക്കുക. ദ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് 1970 കാലഘട്ടത്തില് ക്രിട്ടിക്കൽ ലിറ്ററസി തിയറി അദ്ദേഹം എന്ത് ചെയ്തു? ഇൻട്രൊഡ്യൂസ് ചെയ്തു. ആൻഡ് ഈ ഒരു ലിറ്ററസി തിയറിയിൽ എന്താണ് പറയുന്നത്? നമ്മള് ലേൺ ചെയ്യുക എന്നതിലുപരി, സ്കിൽസ് ലേൺ ചെയ്യുക എന്നതിലുപരി നമ്മൾ കാര്യങ്ങൾ എന്തായിട്ട് കാണണം? കുറച്ചുകൂടി ക്വസ്റ്റ്യൻ ചെയ്യണം. എന്തുകൊണ്ട് ഇങ്ങനെയായി എന്നുള്ളത് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യണം. പവർ സ്ട്രക്ചേഴ്സിനെ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യണം എന്ന് അദ്ദേഹം പറഞ്ഞു. ആൻഡ് നമ്മൾ ഈ എഡ്യൂക്കേഷൻ അക്യൂർ ചെയ്യുന്ന ആൾക്കാരെ ആക്ടേഴ്സ് ആയിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? കൺസിഡർ ചെയ്തു. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ഇതിലേക്ക് പോവാം. ആൻഡ് ദ റോൾ ഓഫ് ലിറ്ററസി ഇൻ പവർ. ആൻഡ് മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ലിറ്ററസി ഉള്ള ആൾക്കാർ, അതായത് അതൊരു ടൂളായിട്ട് യൂസ് ചെയ്യാണ്. എക്സസൈസിങ് പവർ ഇൻ സൊസൈറ്റി, സൊസൈറ്റിയിലേക്ക് പവർ എക്സസൈസ് ചെയ്യാനുള്ള ഒരു ടൂളായിട്ട് ലിറ്ററസിയെ കണക്കാക്കുന്നുണ്ട്. ഐ മീൻ ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ മേലെ ലിറ്ററസി ഉള്ള ആൾക്കാര് പവർ എക്സസൈസ് ചെയ്യുന്നത് നമുക്ക് പഴയ കാലത്തും ഇന്നത്തെ കാലത്തും കൂടി നമുക്ക് കാണാൻ പറ്റും. പഴയ കാലത്തും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വളരെയധികം കമ്പയർഡ് ടു ഈ ഒരു കാലഘട്ടത്തിനെ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ പഴയ കാലഘട്ടത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് കുറച്ചുകൂടി അധികമായിട്ട് കാണാൻ പറ്റും. സോ ലിറ്ററസി വാസ് an increasingly recognized as a key tool for acquiring and exercising power in society. പവർ, ലിറ്ററസി എന്ന് പറയുന്നത് പവർ നേടിയെടുക്കാനും പവർ എന്ത് ചെയ്യുക? ഉപയോഗിക്കാനും ഉള്ള ഒരു ടൂളായിട്ട് പഴയ കാലഘട്ടത്തിൽ വളരെയധികം നിലനിന്നിരുന്നു. With literacy becoming not only the means of personal development but also the essential mechanism for participating in socio-political domain. ലിറ്ററസി എന്ന് പറയുന്നത് പേഴ്സണൽ ഡെവലപ്മെന്റിനെ മാത്രമല്ലാതെ സോഷ്യോ എക്കണോമിക് ഡൊമൈനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ഒന്നായിട്ട് കൂടി കരുതപ്പെട്ടു. ആൻഡ് both education and literacy have evolved from being mere skills acquisition to the complex process that involves critical thinking, social context and empowerment. So ഈ ലിറ്ററസി അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് merely like
സ്കിൽസ് അക്വിസിഷൻ അല്ലെങ്കിൽ നോളജ് പഠിക്കുക എന്നതിലുപരി കോംപ്ലക്സ് പ്രോസസ്സുകൾ ഇന്നത്തെ കാലത്ത് ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. പഴയ കാലഘട്ടത്തിൽ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മള് കാര്യങ്ങൾ എന്ത് ചെയ്യാണ്, വെറുതെ പഠിച്ചെടുക്കണം, ഫാക്ട്സിന് നമ്മൾ മെമ്മറൈസ് ചെയ്യുക, സ്കിൽസ് നേടിയെടുക്കുക എന്നത് മാത്രമാണ്. പക്ഷെ ഇന്നത്തെ കാലത്ത് ക്രിട്ടിക്കൽ തിങ്കിങ്ങിന്, അതായത് നമ്മൾ എഡ്യൂക്കേഷൻ നേടിയെടുക്കുന്നതിലൂടെ കാര്യങ്ങളെ കീറിമുറിച്ച് പഠിക്കാൻ നമുക്ക് എളുപ്പമാകുന്നു. അതാണ് ഇവിടെ ക്രിട്ടിക്കൽ തിങ്കിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് എംപവർമെന്റിന് അത് സഹായിക്കുന്നുണ്ട്. നമ്മൾ സ്ത്രീകളുടെ കാര്യത്തിലാവട്ടെ, എഡ്യൂക്കേഷൻ അവരെ എന്ത് ചെയ്തിട്ടുണ്ട്, കുറെ കൂടി എംപവർ ചെയ്തിട്ടുണ്ട്, അല്ലെ, കുറെ കൂടി ഇൻഡിപെൻഡന്റ് ആവാൻ സഹായിച്ചിട്ടുണ്ട്. ആൻഡ് ലിറ്ററസി വൺസ് സീൻ ആസ് എ സിംപ്ലി റീഡിങ് ആൻഡ് റൈറ്റിംഗ്. ഒരു കാലഘട്ടത്തിൽ ലിറ്ററസി എന്ന് പറയുന്നത് റീഡിങ് ആൻഡ് റൈറ്റിംഗ് എന്നായിരുന്നു. ലൈക് ലിറ്ററസി എന്ന് പറഞ്ഞാൽ റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനുള്ള ഒന്നായിട്ടാണ് കണ്ടുകൊണ്ടിരുന്നത്. ബട്ട് നൗ ഡേയ്സ് അത് എന്ത് ചെയ്തിട്ടുണ്ട്, ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇറ്റ് ഈസ് ദ എബിലിറ്റി ടു ചാലഞ്ച് സൊസൈറ്റൽ സ്ട്രക്ചർ ആൻഡ് പാർട്ടിസിപ്പേറ്റ് ആക്റ്റീവ്ലി ഇൻ ഷേപ്പിംഗ് കമ്മ്യൂണിറ്റി. അതായത് നമ്മുടെ സൊസൈറ്റൽ സ്ട്രക്ചേഴ്സിനെ ചലഞ്ച് ചെയ്യാൻ, പവർ സ്ട്രക്ചേഴ്സിനെ ചലഞ്ച് ചെയ്യാൻ തക്കതായിട്ടുള്ള ഒന്ന്. അതായത് എഡ്യൂക്കേഷൻ നേടിയെടുത്ത അല്ലെങ്കിൽ ലിറ്ററസി ഉള്ള ഒരാൾക്ക് ഒരു ഇൻജസ്റ്റിസ് നമ്മുടെ സമൂഹത്തിൽ നടന്നു കഴിഞ്ഞാൽ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ അതുപോലെ തന്നെ ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ലൈക് ഷേപ്പിംഗ് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റിലും ഇൻഡിവിജ്വൽസിന് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഈ എഡ്യൂക്കേഷൻ നേടിയെടുത്തതിലൂടെ ലൈക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലിറ്ററസി ആസ് എൻ ഇവോൾവിംഗ് കോൺസെപ്റ്റ്. സോ ഈ ഒരു ലിറ്ററസി എന്ന് പറയുന്ന അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് എന്നത് ഒരിക്കലും സ്റ്റാറ്റിക് ആയിട്ടുള്ള ഒന്നല്ല. സ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് എന്താ പറയാ, എപ്പോഴും ചേഞ്ചസ് സംഭവിക്കുന്ന ഒന്നാണ്. അതിനെയാണ് നമ്മൾ ഡൈനാമിക് എന്ന് പറയുക. സ്റ്റാറ്റിക് എന്ന് പറയുന്നത് ചേഞ്ചസ് ഒന്നും സംഭവിക്കാതെ അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത്. സോ ലിറ്ററസി അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്, എപ്പോഴും ചേഞ്ചസ് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫീൽഡാണ് ഈ ഒരു ലിറ്ററസി എന്ന് പറയുന്നത്. ഇറ്റ്സ് എൻ എവർ ചേഞ്ചിങ് കോൺസെപ്റ്റ് ഷേപ്ഡ് ബൈ സൊസൈറ്റൽ ചേഞ്ച്. സൊസൈറ്റിയിൽ ഉണ്ടാവുന്ന ചേഞ്ചസിനനുസരിച്ച് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലും നമുക്ക് ലഭിക്കുന്ന എഡ്യൂക്കേഷനിലും ഒക്കെ എന്തുണ്ടാവുന്നുണ്ട്, ചേഞ്ചസ് ഉണ്ടാവുന്നുണ്ട്. ആൻഡ് ഗ്ലോബൽ ഇൻഫ്ലുവൻസസ് നമ്മുടെ എന്തിന് ലൈക് ചേഞ്ച് ചെയ്യാൻ കാരണമാവുന്നുണ്ട്, ലിറ്ററസിയിൽ ചേഞ്ചസ് ഉണ്ടാക്കാൻ കാരണമാവുന്നുണ്ട്. ആൻഡ് ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചേഞ്ച് ആവാൻ കാരണമാവുന്നുണ്ട്, നമ്മുടെ ലിറ്ററസി ചേഞ്ച് ആവാൻ കാരണമാവുന്നുണ്ട്. അതായത് ഓരോ സ്റ്റെപ്പിലും ഇത് എന്താണ്, ഇവോൾവ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഒരിക്കലും പുറകോട്ടേക്കല്ല പോകുന്നത് എന്ന് ആലോചിക്കുക, ഇവോൾവ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണെന്നുള്ളതാണ്. ഇറ്റ് ഈസ് ഡൈനാമിക്. ലൈക് ഈ ലിറ്ററസി എന്ന് പറയുന്ന പ്രോസസ് എന്താണ്, ഡൈനാമിക് ആണ്. ആൻഡ് ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് ഇതിനെ എഫക്ട് ചെയ്യുന്നത്, സൊസൈറ്റൽ ചേഞ്ചസ് ഒബ്വിയസ്ലി എഫക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഗ്ലോബൽ ഇൻഫ്ലുവൻസസ്, അതുപോലെ തന്നെ ഇലക്ട്രോണിക് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഫീൽഡ്, ഇതൊക്കെ ഇതിനെ എന്ത് ചെയ്യുന്നുണ്ട്, ഇമ്പാക്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണെന്ന് നമുക്ക് പറയാം. ആൻഡ് അതുപോലെ തന്നെ ലൈക്ക് as a world evolves, literacy must be understood in a broader context, reflecting not only reading and writing, but also how people engage with various media like radio, TV, computers, and mobile phones. സോ നമ്മുടെ ലോകം ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് തന്നെ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. റീഡിങ്, റൈറ്റിംഗ് എന്ന രണ്ട് കാര്യത്തിലേക്ക് ഒതുങ്ങി നിൽക്കാതെ നമ്മൾ ഈ ഒരു ലൈക് കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ICT എങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ ഒരു ലിറ്ററസി അല്ലെങ്കിൽ എഡ്യൂക്കേഷനിൽ കൂടുതലായിട്ട് ഉപയോഗപ്പെടുത്തുന്നുള്ളത് എന്നുള്ള കാര്യം കൂടി നമ്മൾ എന്ത് ചെയ്യേണ്ടിയിരിക്കുന്നു, ഡിസ്കസ് ചെയ്യേണ്ടിയിരിക്കുന്നു. ആൻഡ് 2 key ideas emerging in this evolution. The first one is ambiguity of literature. ലിറ്ററസി എന്ന് പറയുന്നത് അതെന്താണ്, അത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു, ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ വാല്യൂ, ഹൗ ഇറ്റ് ഈസ് അക്യൂർഡ്, ഡെലിവേർഡ് ആൻഡ് യൂസ്ഡ്. നമ്മൾക്ക് ലഭിച്ചിട്ടുള്ള അറിവ് നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു, എങ്ങനെ നമ്മൾ അത് നേടിയെടുക്കുന്നു, എങ്ങനെ അത് നമ്മളേക്ക് മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകുന്നു, ഈ ഒരു കാര്യത്തെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയാണ് എന്തിരിക്കുന്നത്, നമ്മുടെ ലിറ്ററസി ഇരിക്കുന്നത്. അതായത് ലിറ്ററസി ഇസ് നോട്ട് സംതിങ് വിച്ച് ഇസ് നമുക്ക് നെഗറ്റീവ് പോസിറ്റീവ് എന്ന് പറഞ്ഞ് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല. ബട്ട് ഇറ്റ് ഡിപ്പെൻസ് ഓൺ നമ്മൾ അത് എങ്ങനെ നേടിയെടുക്കുന്നു, എങ്ങനെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നു, ആൻഡ് നമ്മൾ അതെങ്ങനെ നമ്മുടെ ലൈഫിൽ യൂസ് ചെയ്യുന്നു എന്നതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും. ഇത് എന്ത് ചെയ്യാം, നമ്മളെ എംപവർ ചെയ്യുന്ന ഒന്നായിട്ട് മാറാം, അതുപോലെ തന്നെ റെസ്ട്രിക്ട് ചെയ്യുന്ന ഒന്നായിട്ട് മാറാം.
ലൈക്ക് ലിറ്ററസി നമ്മളെ എംപവർ ചെയ്യുന്ന ഒന്നായിട്ട് മാറാം എന്ന് പറയുന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമുക്ക് എന്ത് പറയാം, എംപവറിങ് വിമൻ. ലിറ്ററസി റേറ്റ് കൂടിയിട്ടുള്ളത് സ്ത്രീകളെ എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ട്, അവർക്ക് എത്രത്തോളം മുന്നോട്ട് വരാൻ സഹായിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം അതെന്താണ് നമുക്ക് എംപവറിംഗിനുള്ള വലിയ ഒരു ഉദാഹരണമായിട്ട് എടുക്കാം. അറ്റ് ദ സെയിം ടൈം നമ്മളെ റെസ്ട്രിക്ട് ചെയ്യാനും കൂടി ഇത് ശരിയായ രീതിയിലല്ല നമുക്ക് ലഭിക്കുന്ന ലിറ്ററസി അല്ലെങ്കിൽ അറിവ്. ഇപ്പൊ നമുക്ക് അറിവ് ലഭിക്കുക എന്ന് പറയുന്നത് സ്കൂളിൽ പോയിട്ട് കിട്ടുന്ന അറിവ് മാത്രമല്ല എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞായിരുന്നു. സോ നമുക്ക് ഫാമിലിയിൽ നിന്നും ഒക്കെ അറിവ് ലഭിക്കുന്നുണ്ട്. ഈ അറിവ് ഫാമിലിയിൽ നിന്ന് ലഭിക്കുന്നത് ശരിയായ രീതിയിലല്ല, ഒരു റെസ്ട്രിക്റ്റീവ് രീതിയിലാണെങ്കിൽ കൂടി നമുക്ക് എന്ത് ചെയ്യും, അത് നമ്മളെ ബാധിക്കും. സോ ഇത് രണ്ട് തരത്തിലും നമുക്ക് ഈ ഒരു അറിവ് ലഭിക്കും. ആൻഡ് ദിസ് മിറർ ദ broader role of education, which can be either promote freedom or reinforce control. So the next one എന്ന് പറയുന്നത് എന്താണ്, connection with communication practices. Literacy is increasingly connected with other forms of communication such as visual images, graphics, digital technologies. ഈ ലിറ്ററസി അല്ലെങ്കിൽ നമ്മുടെ അറിവ് എന്ന് പറയുന്നത് ഈ ഒരു കാലഘട്ടത്തില് പല ഫോംസിലുള്ള കമ്മ്യൂണിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ്. വിഷ്വൽ ഇമേജസ് നമ്മളിപ്പോ എന്തിൽ യൂസ് ചെയ്യുന്നുണ്ട്, എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഗ്രാഫിക്സ്, ഡിജിറ്റൽ ടെക്നോളജീസ്, ഇതൊക്കെ നമ്മള് ലൈക്ക് നോളജ് അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കമ്മ്യൂണിക്കേഷന്റെ പലതരത്തിലുള്ള ഫോംസ് ആണ്. നമുക്ക് കുറച്ചുകൂടി സ്റ്റാൻഡർഡൈസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫാക്ച്വൽ ആയിട്ടുള്ള എവിഡൻസസ് ലഭിക്കുക, പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടി മനസ്സിൽ ഉറച്ചു നിൽക്കാനൊക്കെ ഈ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ സഹായിക്കുന്നുണ്ട്. ദ റാപ്പിഡ് ഗ്രോത്ത് ഓഫ് ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ ഹാസ് റീപ്ലേസ്ഡ് ട്രഡീഷണൽ ലിറ്ററസി ബട്ട് ക്രിയേറ്റഡ് എ ന്യൂ കോണ്ടെക്സ്റ്റ് ഫോർ ഇറ്റ്. ലൈക്ക് ഇത്തരത്തില് ടെക്നോളജീസിൽ ഗ്രോത്ത് ഉണ്ടാവുന്നതും ഒരിക്കലും നമ്മുടെ പഴയ കാലത്തുള്ള ഈ ചോക്ക്, അതുപോലെ തന്നെ ബോർഡിൽ എഴുതി പഠിപ്പിക്കുക, ഇതിനെയൊന്നും റീപ്ലേസ് ചെയ്തിട്ടില്ല. റീഡിങ്ങും റൈറ്റിങ്ങും ഒക്കെ അവിടെ നിൽക്കുകയാണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം അതിലേക്ക് നമ്മൾ എന്തുകൂടി ഉൾക്കൊള്ളിക്കുന്നുണ്ട്, ഈ ഒരു ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷനെ കൂടിയും ഉൾക്കൊള്ളിക്കുന്നുണ്ട്. ഇത് നമ്മുടെ ലേണിംഗ് സ്കില്ലിനെ തന്നെ എന്ത് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്, ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. വിഷ്വൽ literacy and digital skills are now just as important as reading and writing. റീഡിങ്ങും റൈറ്റിങ്ങും പോലെ തന്നെ വിഷ്വൽ ലിറ്ററസിയും ഡിജിറ്റൽ സ്കിൽസും എന്താണ് ഈ കാലഘട്ടത്തില് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് വിഷ്വൽ ലിറ്ററസി, ഡിജിറ്റൽ സ്കിൽ എന്ന് പറയുന്നത്? ഡിജിറ്റൽ സ്കിൽ ഇസ് നത്തിങ് ബട്ട് നമുക്ക് ഈ ഡിജിറ്റൽ ഡിവൈസസ് യൂസ് ചെയ്യാൻ പറ്റുക, അതിൽ നിന്നും നമുക്ക് ലൈക് നോളജ് അക്വയർ ചെയ്യാൻ പറ്റുക എന്നുള്ളതൊക്കെയാണ് ബേസിക്കലി ഡിജിറ്റൽ സ്കിൽസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമുക്ക് ഈ കാര്യങ്ങള് ലൈക് ഇപ്പൊ ഫോൺ ആയിക്കോട്ടെ, അത് പ്രവർത്തിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാന്നുള്ളതൊക്കെയാണ് ഈ സ്കിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദ എക്സ്പാൻഷൻ ഓഫ് ഡിജിറ്റൽ ടൂൾസ് including computers, mobile phone has changed how we learn and interact with information. Like നമ്മുടെ ഈ ഒരു കാലഘട്ടത്തില് കമ്പ്യൂട്ടേഴ്സിന്റെയും മൊബൈൽ ഫോൺസിന്റെയും ഉപയോഗമൊക്കെ എന്താണ് വളരെയധികം കൂടുതലാണ്. അത് ആൾക്കാരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുക എന്നതിലുപരി നമ്മള് പല കാര്യങ്ങൾ ലേൺ ചെയ്യാൻ കൂടി എന്തിന് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഇത്തരത്തിലുള്ള മൊബൈൽ ഫോണിനെയും അതുപോലെ തന്നെ കമ്പ്യൂട്ടേഴ്സിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ലൈക്ക് ഇന്റർനെറ്റ് മുഖാന്തരം നമ്മള് ഫോൺ വഴി മറ്റുമൊക്കെ ക്ലാസ്സുകളാണ്. ഇപ്പൊ നമ്മൾ എടുക്കുന്ന ക്ലാസ് തന്നെ എങ്ങനെയാണ്, നിങ്ങൾക്ക് റെക്കോർഡഡ് ക്ലാസ്സുകൾ ലഭിക്കുകയാണ്, നിങ്ങൾ ഫോണിലൂടെയോ അല്ലെങ്കിൽ ലാപ്പിലൂടെയോ അതെന്ത് ചെയ്യാണ്, ആക്സസ് ചെയ്യാണ്. സോ ഇത് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഒരു എക്സ്പാൻഷൻ, എഡ്യൂക്കേഷന്റെ ഒരു എക്സ്പാൻഷന് വേണ്ടിയിട്ട്, അതായത് ആ ഒരു റീഡിങ് റൈറ്റിംഗ് എന്നതിൽ നിന്നും മാറി, അല്ലെങ്കിൽ നോളജ് ടീച്ചറിൽ നിന്നും കുട്ടിയിലേക്ക് ഡയറക്റ്റ് പാസിംഗ് എന്നതിൽ നിന്നും മാറി നമുക്ക് മൊബൈൽ ഫോൺസ് വഴിയും മറ്റും ഒക്കെ എന്ത് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി വന്നിട്ടുണ്ട്, നോളജ് അക്വയർ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി വന്നിട്ടുണ്ട്. ആൻഡ് ട്രഡീഷണൽ പേപ്പർ ബേസ്ഡ് ലിറ്ററസി റിമെയിൻ എസെൻഷ്യൽ. പക്ഷെ അറ്റ് ദ സെയിം ടൈം പേപ്പർ ബേസ്ഡ് ലിറ്ററസി, അതായത് പേപ്പറും പെന്നും ഒക്കെ എന്താണ്, എസെൻഷ്യൽ ആണ്. ഈവൻ ദോ ഞാൻ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്, ലാപ്പിലൂടെ ആക്സസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, മൊബൈൽ ഫോണിലൂടെ ആക്സസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. എന്റെ കയ്യിൽ എന്തുണ്ട്, പേനയുണ്ട്, അതുപോലെ തന്നെ ഞാൻ പേപ്പറും ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. കാര്യം എന്താണ്, പല പ്രധാനപ്പെട്ട കാര്യങ്ങൾ നോട്ട് ചെയ്യാനും മറ്റും നമ്മൾ ഈ പേനയും പേപ്പറും ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. സോ അതിപ്പോഴും എന്താണ്, ഒരു എസെൻഷ്യൽ പാർട്ടായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, റിമൈൻ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യണം, ആലോചിക്കേണ്ടതാണ്.
and the concept now includes the ability to navigate and critically engage with the variety of media reflecting connectedness of modern world. അതായത് ഈ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്, അതായത് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് ലൈക്ക് എല്ലാത്തിനെയും ഇന്റർ കണക്ട് ചെയ്യാം, മോഡേൺ വേൾഡിന്റെ കൂടെ കാര്യങ്ങൾ ഇന്റർ കണക്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക്, അല്ലെങ്കിൽ എൻഗേജ് ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്കായിട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ, സോ അതാണ് രണ്ട് കാര്യങ്ങൾ ഇതിൽ പറയാനുള്ള രണ്ട് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എഡ്യൂക്കേഷൻ ആസ് എ പ്രിപ്പറേഷൻ ഫോർ social role in an ideal state. So in early philosophical thought, education was seen as a means to acquire moral values for harmonious existence in society. പഴയ കാലഘട്ടത്തിൽ ഈ എഡ്യൂക്കേഷൻ എന്നതിനെ എങ്ങനെയാണ് കണ്ടുകൊണ്ടിരുന്നത്, അതായത് മോറൽ വാല്യൂ സെക്യൂർ ചെയ്യുക, നമ്മുടെ സൊസൈറ്റിയിൽ ഇന്റഗ്രിറ്റി നിലനിർത്താൻ, അല്ലെങ്കിൽ പീസ്, ഹാർമണി ഇവ നിലനിർത്താൻ വേണ്ടിയിട്ട് മോറൽ വാല്യൂസ് അക്യൂർ ചെയ്യുന്ന, അല്ലെങ്കിൽ അക്യൂർ ചെയ്യുന്ന ഒരു മെയിൻ അല്ലെങ്കിൽ ഒരു വഴിയായിട്ടാണ് എന്ത് ചെയ്തിരുന്നത്, നമ്മൾ ഈ ഒരു എഡ്യൂക്കേഷനെ കണ്ടിട്ടുണ്ടായിരുന്നത്. അതായത് മോറൽ വാല്യൂസ് സെക്യൂർ ചെയ്യുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ സൊസൈറ്റിയുടെ ഒരു ഹാർമണി നിലനിർത്താൻ പറ്റും. അതുകൊണ്ട് നമ്മൾ മോറൽ വാല്യൂസിന് അത് അക്യൂർ ചെയ്യുന്നതിനെയായിരുന്നു എഡ്യൂക്കേഷൻ എന്നതുകൊണ്ട് എസെൻഷ്യലി ലൈക് പഴയ കാലത്ത് മീൻ ചെയ്തിരുന്നത്. ആൻഡ് സോക്രട്ടീസ് ആൻഡ് പ്ലേറ്റോ agreed that the morality is essential for happiness and fulfillment. സോക്രട്ടീസിനെയും പ്ലേറ്റോനെയും ഒക്കെ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു, പഴയ ഫിലോസഫേഴ്സ് ആണ്. സോ അവരെന്താണ് പറഞ്ഞിട്ടുള്ളത്, മൊറാലിറ്റി എന്തിന് എസെൻഷ്യൽ ആണ്, അല്ലെങ്കിൽ എന്തിന്റെ ബേസിക് സാധനമാണ്, നമുക്ക് ഫുൾഫിൽമെന്റ്, നമ്മുടെ ലൈഫിൽ ഫുൾഫിൽമെന്റ് ഉണ്ടാവണമെങ്കിൽ, അല്ലെങ്കിൽ ഹാപ്പിനെസ് ഉണ്ടാവണമെങ്കിൽ ഈ മൊറാലിറ്റിയും അതുപോലെ തന്നെ ലൈക് മൊറാലിറ്റി എസെൻഷ്യൽ ആണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് എഡ്യൂക്കേഷൻ വാസ് പ്രൈമർലി സീൻ ആസ് എ വേ ടു കൾട്ടിവേറ്റ്, ലൈക്ക് ഇത്തരത്തിലുള്ള ട്രൂത്ത്, മൊറാലിറ്റി കൾട്ടിവേറ്റ് ചെയ്യാനുള്ള ഒരു വേ ആയിട്ടായിരുന്നു അവർ എന്തിനെ കണ്ടിരുന്നത്, എഡ്യൂക്കേഷനെ കണ്ടിരുന്നത്. അല്ലെങ്കിൽ ഈ ഒരു ലൈഫ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒന്നായിട്ടായിരുന്നു അവർ ഈ ഒരു മൊറാലിറ്റി അക്യൂർ ചെയ്യുന്നതും, അല്ലെങ്കിൽ മൊറാലിറ്റി അക്യൂർ ചെയ്യാൻ കൊണ്ടുദ്ദേശിക്കുന്നത് ബേസിക്കലി എന്താണ്, എഡ്യൂക്കേഷൻ അക്യൂർ ചെയ്യുന്നതിനെ അവര് കണ്ടിരുന്നത്. സോ ഫസ്റ്റ് നമ്മൾ പ്ലേറ്റോ ഫിലോസഫി ഓൺ എഡ്യൂക്കേഷനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ വളരെ കുറച്ച് മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഇതിന്റെ കുറച്ചുകൂടിയും എന്താ പറയാ എലാബറേറ്റ് ചെയ്തിട്ടുള്ള വേർഷൻ നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ, അതായത് തിങ്കേഴ്സിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഓരോ തിങ്കേഴ്സും എഡ്യൂക്കേഷനെ കുറിച്ച് എന്തൊക്കെയാണ് പറയുന്നത് എന്നുള്ളത് ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ ആ കാര്യം പ്ലേറ്റോയുടെയും അരിസ്റ്റോട്ടലിന്റെയും ഒക്കെ കാര്യങ്ങൾ നമ്മൾ ഒന്നുകൂടി ഡിസ്കസ് ചെയ്യും. സോ ഇവിടെ നമ്മൾ ജസ്റ്റ് പോയിന്റ്സ് പറഞ്ഞു പോവാണ് ചെയ്യുന്നത്. പ്ലേറ്റോ എംഫസൈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് മോറൽ റീസണിങ് ഇൻ അച്ചീവിംഗ് ദ ഗുഡ് ലൈഫ്. അതായത് പ്ലേറ്റോ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് എന്തിനായിരുന്നു, മോറൽ റീസണിങ്ങിനായിരുന്നു പ്ലേറ്റോ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. ഇൻ അച്ചീവിംഗ് ദ ഗുഡ് ലൈഫ്, ഒരു ഗുഡ് ലൈഫ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ എന്താ പറയേണ്ടത്, എംഫസൈസ് ചെയ്യേണ്ടത് മോറൽ റീസണിങ് ആണ് എന്നാണ് അദ്ദേഹം വിശ്വസിച്ചിരുന്നത്. സോ ഈ ഒരു എഡ്യൂക്കേഷന്റെ അൾട്ടിമേറ്റ് ഗോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അതായത് അൾട്ടിമേറ്റ് ട്രൂത്ത് എന്താണെന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതായിരുന്നു. പെർസ്യൂട്ട് ഓഫ് ദ നോളജ്, ലൈക് നോളജിന്റെ ഒരു എന്താ പറയാ മെയിൻ എയിം എന്ന് പറയുന്നത് അൾട്ടിമേറ്റ് ട്രൂത്ത്, അതിനെ അക്യൂർ ചെയ്യുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നോളജിന്റെ, അല്ലെങ്കിൽ എന്താ പറയാ എഡ്യൂക്കേഷന്റെ മെയിൻ എയിം എന്ന് പറയുന്നത്. ആൻഡ് ടീച്ചേഴ്സ് റോൾ, ദ ടാസ്ക് ഓഫ് ദ ടീച്ചർ ഇൻ ക്ലാസ് റൂം വാസ് ലിമിറ്റഡ് ടു റിമൈൻഡിങ് ദ ചിൽഡ്രൻ ആൻഡ് എനേബിളിംഗ് ദം ടു റീകളക്ട് ദാറ്റ് ദേ നോ ഓർ അവെയർ ഓഫ്. അതായത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ടീച്ചർ ടാസ്ക് എന്ന് പറയുന്നത്, ടീച്ചറിന്റെ ടാസ്ക് ഈ ഒരു ക്ലാസ് റൂമിൽ ലിമിറ്റഡ് ആയിട്ടുള്ള ഒന്നാണ്. എന്തിനെയാണ്, അതായത് പഠിപ്പിച്ച കാര്യങ്ങൾ എന്താണെന്ന് അവരെ റീകളക്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതായിരുന്നു ടീച്ചേഴ്സിന്റെ റോൾ. അത്തരത്തിൽ ലിമിറ്റഡ് ആണ് ക്ലാസ് റൂമിൽ ടീച്ചേഴ്സിന്റെ റോൾ എന്ന് പറയുന്നത്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഈ മാത്തമാറ്റിക്സ് പഠിക്കുന്നത് ഏറ്റവും നല്ലതാണ്, അല്ലെങ്കിൽ ഏറ്റവും നമുക്കൊരു നമ്മുടെ
ലൈക്ക് ഇൻഡിവിജ്വൽ ഡെവലപ്മെന്റിന് സഹായിക്കും അദ്ദേഹം പറഞ്ഞിരുന്നു. അതായത് പ്ലേറ്റോ ബിലീവ്ഡ് ദാറ്റ് സ്റ്റഡിങ് മാത്തമാറ്റിക്സ് ഹെൽപ്സ് ഇൻ ഡെവലപ്പിംഗ് അബ്സ്ട്രാക്ട് ആൻഡ് ഡിസിപ്ലിൻ തിങ്കിങ്. അബ്സ്ട്രാക്ട് ആയിട്ടുള്ള ഡിസിപ്ലിൻഡ് തിങ്കിങ്ങിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി മാത്തമാറ്റിക്സ് പഠിക്കുന്നത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന അദ്ദേഹം വിശ്വസിച്ചിരുന്നു, വിച്ച് ഈസ് ക്രൂഷ്യൽ ഫോർ മോറൽ റീസണിങ്. ആൻഡ് ഇതെന്താണ് ഈ മാത്തമാറ്റിക്സ് പഠിക്കുക എന്ന് പറയുന്നത് മോറൽ റീസണിങ്ങിനും ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ മോറൽ റീസണിങ് അക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ടും ഒരു പ്രധാനപ്പെട്ട സ്റ്റെപ്പ് ആയിട്ടായിരുന്നു കരുതിയിട്ടുണ്ടായിരുന്നത്. ആൻഡ് അബ്സ്ട്രാക്ട് തിങ്കിങ് ഹെൽപ്പ് പീപ്പിൾ തിങ്ക് അബൌട്ട് ഡീപ്പർ ഐഡിയാസ് ആൻഡ് എക്സ്പ്ലോർ തിങ്സ് ബിയോണ്ട് വാട്ട് വി ക്യാൻ സീ ഓർ ടച്ച്. ലൈക്ക് ഇത്തരത്തിലുള്ള അബ്സ്ട്രാക്ട് തിങ്കിങ് നമ്മൾ വളർത്തിയെടുക്കുന്നതിലൂടെ, അതായത് നേരത്തെ പറഞ്ഞത് എന്തായിരുന്നു, മാത്തമാറ്റിക്സ് അബ്സ്ട്രാക്ട് തിങ്കിങ് വളർത്തിയെടുക്കാൻ നമ്മളെ സഹായിക്കുന്നു എന്നുള്ളത്. സോ ഇത്തരത്തിലുള്ള അബ്സ്ട്രാക്ട് തിങ്കിങ് വളർത്തിയെടുക്കുന്നത് നമ്മളെ ഡീപ്പർ ആയിട്ട് ഒരു കാര്യത്തെ അല്ലെങ്കിൽ ഒരു ഐഡിയാസിനെ കുറിച്ച് ചിന്തിക്കാനും ആ ഐഡിയാസിനെ എക്സ്പ്ലോർ ചെയ്യാനും ബിയോണ്ട് ലൈക്ക് നമ്മൾ കാണുന്നതും ടച്ച് ചെയ്യുന്നതിന്റെ മുകളിൽ അതിനെക്കുറിച്ച് ആ ഒരു പെർട്ടിക്കുലർ സാധനത്തിനെ കുറിച്ച് അല്ലെങ്കിൽ ആ ഒരു ഇൻസിഡന്റിനെ കുറിച്ചൊക്കെ ചിന്തിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കും. ഇറ്റ് അലൗസ് us ടു അണ്ടർസ്റ്റാൻഡ് ദ ബിഗർ കോൺസെപ്റ്റ് ആൻഡ് സോൾവ് കോംപ്ലക്സ് പ്രോബ്ലം. സോ അത്തരത്തിൽ അബ്സ്ട്രാക്ട് തിങ്കിങ് നമ്മളെ ഒരു ബിഗർ ആയിട്ടുള്ള കോൺസെപ്റ്റ്, അതായത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കോൺസെപ്റ്റ്സിനെ മനസ്സിലാക്കാനും അതുപോലെ തന്നെ കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യാനും അബ്സ്ട്രാക്ട് തിങ്കിങ് നമ്മളെ ഹെൽപ്പ് ചെയ്യുമെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. സോ എഡ്യൂക്കേഷൻ ഷുഡ് ഫോക്കസ് ഓൺ ദ കൾട്ടിവേഷൻ ഓഫ് ക്യാരക്ടർ. നമ്മുടെ ക്യാരക്ടറിനെ മോൾഡ് ചെയ്തെടുക്കുന്ന ഒന്നായിട്ടാണ് അദ്ദേഹം എന്തിനെ കണ്ടിരുന്നത്, എഡ്യൂക്കേഷനെ കണ്ടിരുന്നത്. അതായത് ഇവിടെ പറയുന്നത് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും, കൾട്ടിവേഷൻ ഓഫ് ക്യാരക്ടർ ഏതിലൂടെയൊക്കെ, കൾച്ചറൽ എലമെന്റ്സ് ലൈക്ക് മ്യൂസിക്, ലിറ്ററേച്ചർ, ആർട്ട്, ഇതിലൂടെയൊക്കെ നമ്മുടെ ഇൻഡിവിജ്വലിന്റെ ക്യാരക്ടറിനെ മോൾഡ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് എഡ്യൂക്കേഷൻ ഫോക്കസ് ചെയ്യുന്നത് എന്നുള്ളതാണ് അദ്ദേഹം വിശ്വസിച്ചിരുന്നത്. ആൻഡ് പ്ലേറ്റോ വാസ് ക്രിട്ടിക്കൽ ഓഫ് ലിറ്ററേച്ചർ ആൻഡ് ഡ്രാമ ദാറ്റ് ഫെയിൽ ടു ഷോ റെസ്പെക്ട് ഫോർ ഗോഡ്സ് ആൻഡ് ഹീറോസ്. ലൈക്ക് അദ്ദേഹം ഇത്തരത്തില്, അതായത് ദൈവങ്ങൾക്ക് റെസ്പെക്ട് കൊടുക്കാത്ത അല്ലെങ്കിൽ ഹീറോസിന് റെസ്പെക്ട് കൊടുക്കാത്ത തരത്തിലുള്ള ഡ്രാമാസ്, പ്ലേസ്, ഇത്തരത്തിലുള്ളതിനൊക്കെ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബിക്കോസ് അദ്ദേഹം ബിലീവ് ചെയ്തിരുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള, അതായത് നമ്മള് ലിറ്ററേച്ചറിലൂടെയും ആർട്ടിലൂടെയും ഒക്കെയാണ് നമ്മുടെ ക്യാരക്ടർ മോൾഡ് ചെയ്ത് എടുക്കുന്നത്. അപ്പൊ അത്തരത്തിലുള്ള സാധനങ്ങൾ എന്ത് ചെയ്യണം, കുട്ടികൾ വായിച്ചും കുട്ടികൾ നോക്കിക്കണ്ടും മനസ്സിലാക്കിയും ഒക്കെ മുന്നോട്ട് വരുന്നതാണ്. സോ ഇത്തരത്തിൽ ഗോഡ്സിനും അതുപോലെ തന്നെ ഹീറോസിനും ഒക്കെ റെസ്പെക്ട് കൊടുക്കാത്ത പക്ഷം അത് കുട്ടികളിലേക്കും ഇൻജെക്ട് ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. സോ അത് അവരെ മോൾഡ് ചെയ്യുന്നതിനെയും അവരുടെ ക്യാരക്ടർ മോൾഡ് ചെയ്യുന്നതിനെയും ബാധിക്കും. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഈ ഗോഡ്സിനും ഹീറോസിനും ഒന്നും റെസ്പെക്ട് കൊടുക്കാത്ത തരത്തിലുള്ള ലിറ്ററേച്ചേഴ്സിനെയും ഡ്രാമാസിനെയും ഒക്കെ അദ്ദേഹം എന്ത് ചെയ്തിരുന്നു, ക്രിട്ടിസൈസ് ചെയ്തിരുന്നു. ആൻഡ് ഹി അഡ്വക്കേറ്റഡ് ഫോർ ദ വർക്ക്സ് ദാറ്റ് ഷോഡ് ദ ഓണറബിൾ ഫിഗേഴ്സ്. സോ ചിൽഡ്രൻ കുഡ് ലൈക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചിൽഡ്രന് ഇത്തരത്തിലുള്ള ഫിഗേഴ്സിനെ, അതായത് ഓണറബിൾ ആയിട്ടുള്ള ഫിഗേഴ്സിനെ കുറിച്ചുള്ള വർക്ക്സ് അദ്ദേഹം അപ്രീഷിയേറ്റ് ചെയ്തിരുന്നത് കാരണം കുട്ടികൾക്ക് അതിൽ നിന്ന് നല്ല എലമെന്റ്സിനെ ഇമിറ്റേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അവിടെ ഉണ്ടാവുകയാണ്. അതിലൂടെ എന്തിനും കാരണമാകുന്നുണ്ട്, അതിലൂടെ അവർക്ക് അവരുടെ ഒരു ക്യാരക്ടർ ബിൽഡിങ്, നല്ല വാല്യൂസ്, മോറൽ വാല്യൂസ് എടുക്കാനും അതിലൂടെ അവർക്ക് അവരുടെ റോൾ മോഡലിനെ ലൈക്ക് ഫോളോ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഒക്കെ ലഭിക്കുകയാണ്. സോ അത്തരത്തിലുള്ള വർക്ക്സിനെ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. പ്ലേറ്റോസ് approach to education was seen as overly protective and authoritarian. ലൈക്ക് അദ്ദേഹത്തെ ക്രിട്ടിസൈസ് ചെയ്തിരുന്ന ആൾക്കാർ പറഞ്ഞിട്ടുള്ളത് പ്ലേറ്റോയുടെ അപ്രോച്ച് എന്ന് പറയുന്നത് ഒരു ഓവർ പ്രൊട്ടക്റ്റീവ് ആൻഡ് അതോറിറ്റേറിയൻ അപ്രോച്ച് ആയിട്ടാണ് കണ്ടിരുന്നത്. ഭയങ്കരമായിട്ട് പ്രൊട്ടക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു അതോറിറ്റേറിയൻ ടൈപ്പിലുള്ള അപ്രോച്ച് ആയിരുന്നു അദ്ദേഹം ചെയ്തിരുന്നത്. ആൻഡ് അതുപോലെ തന്നെ ഹിസ് ഫോക്കസ് ഓൺ കൺട്രോളിംഗ് വാട്ട് ചിൽഡ്രൻസ് വർ എക്സ്പോസ്ഡ് ടു ഇൻ ലിറ്ററേച്ചർ ആൻഡ് കൾച്ചർ വാസ് ക്രിട്ടിസൈസ്ഡ് ഫോർ റെസ്ട്രിക്റ്റിംഗ് ചിൽഡ്രൻ. ലൈക്ക് അതുപോലെ തന്നെ ചിൽഡ്രനെ കൺട്രോൾ ചെയ്യുന്ന കാര്യം, അതായത് നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തു എന്തിനോടൊക്കെ ചിൽഡ്രൻ എക്സ്പോസ് ചെയ്യപ്പെടണം, എന്തിനോടൊക്കെ പെടാൻ പറ്റില്ല എന്നുള്ള കാര്യം. ലിറ്ററേച്ചറിൽ തന്നെ
ഹീറോസിനെയും അതുപോലെ തന്നെ ഗോഡ്സിനെയും റെസ്പെക്ട് ചെയ്യുന്ന തരത്തിലുള്ള വർക്ക്സ് ആയിരിക്കണം ചിൽഡ്രൻ കുറച്ചുകൂടി റീഡ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അവരിലേക്ക് എത്തേണ്ടതെന്ന് വിശ്വസിച്ച ഒരാളാണ് പ്ലേറ്റോ എന്ന് പറയുന്നത്. കാരണം എന്താണ്, എന്നാൽ മാത്രമേ അവർക്കൊരു നല്ല തരത്തിലുള്ള ഒരു ക്യാരക്ടർ ബിൽഡിംഗ് നടക്കത്തുള്ളൂ എന്ന് വിശ്വസിച്ച ആളായിരുന്നു. സോ ഇത്തരത്തിലുള്ള അദ്ദേഹത്തിന്റെ വ്യൂസിനെ ക്രിട്ടിസൈസ് ചെയ്യുന്ന ആളുകള് അല്ലെങ്കിൽ വിമർശകര് വളരെയധികം എന്ത് ചെയ്തു, വിമർശിച്ചിട്ടുണ്ട്. സോ അത് മറ്റൊരു ക്രിറ്റിസിസം ആണ്. ദ ഫസ്റ്റ് വൺ നമ്മൾ പറഞ്ഞു. ആദ്യത്തെ ക്രിറ്റിസിസം എന്തായിരുന്നു, അദ്ദേഹത്തിന്റെ അപ്രോച്ച് എന്ന് പറയുന്നത് ഭയങ്കര അതോറിറ്റേറിയൻ ആയിട്ടുള്ള ഓവർ പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള അപ്രോച്ച് ആണ്. ആൻഡ് കുട്ടികളെ കൺട്രോൾ ചെയ്യുന്ന ലിറ്ററേച്ചർ ഏത് ചൂസ് ചെയ്യണം എന്നുള്ള തരത്തിലൊക്കെ കൺട്രോൾ ചെയ്യുന്ന അപ്രോച്ചിൻ എന്ത് ചെയ്തിട്ടുണ്ട്, ആളുകള് ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് പ്ലേറ്റോസ് സൊസൈറ്റി, പ്ലേറ്റോ എങ്ങനെയാണ് സൊസൈറ്റിയെ കണ്ടത്, അദ്ദേഹത്തിന്റെ വർക്കായ റിപ്പബ്ലിക് എന്ന് പറയുന്ന വർക്കില് അദ്ദേഹം സൊസൈറ്റിയെ 3 ക്ലാസ്സസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. എന്തിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു 3 ക്ലാസ്സസ് ഉണ്ടായിട്ടുള്ളത്, ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് എബിലിറ്റിയെ ബേസ് ചെയ്തുകൊണ്ട് 3 ക്ലാസ്സസ് ആക്കിയിട്ട് തിരിച്ചിട്ടുണ്ട്. ദ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഫിലോസഫർ കിങ്സ്, ദ ഇന്റലക്ച്വൽ റൂളേഴ്സ് ഹു ഗവേൺ ദ സൊസൈറ്റി, സൊസൈറ്റിയെ ഗവേൺ ചെയ്യുന്ന ആൾക്കാർ. ആൻഡ് ദ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഓക്സിലറീസ് ആണ്. സോ മിലിറ്ററി ഡിഫെൻസീവ് റോൾസ് ദാറ്റ് പ്രൊട്ടക്ട് ദ സ്റ്റേറ്റ്, മിലിറ്ററീസ് അല്ലെങ്കിൽ ഡിഫെൻസീവ് റോൾസ് കൈകാര്യം ചെയ്യുന്ന ആൾക്കാർ, സ്റ്റേറ്റിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന. ഇപ്പൊ നമ്മുടെ കാര്യം വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള മിലിറ്ററി, സോ അത്തരത്തിലുള്ള ആൾക്കാർ ഈ ഒരു കാറ്റഗറിയിലാണ് വരിക. ആൻഡ് ദ തേർഡ് വൺ എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽസ് ഹു പ്രൊവൈഡ് ഗൂഡ്സ് ആൻഡ് സർവീസ്, സാധാരണക്കാരായിട്ടുള്ള ആളുകൾ. ഇത്തരത്തിൽ 3 ടൈപ്പ് ആക്കിയിട്ട് സൊസൈറ്റി അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈച്ച് ക്ലാസ് റിസീവ്സ് എഡ്യൂക്കേഷൻ അപ്രോപ്രിയേറ്റ് ടു ദെയർ എബിലിറ്റീസ് ആൻഡ് സൊസൈറ്റൽ റൂൾ. ഓരോ ക്ലാസ്സിനും അവരുടെ സൊസൈറ്റിയിൽ അവർക്കുള്ള റോളിനനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ എബിലിറ്റീസിനനുസരിച്ചുള്ള എഡ്യൂക്കേഷൻ ആയിരുന്നു ലഭിച്ചുകൊണ്ടിരുന്നത്. ആൻഡ് ദ എഡ്യൂക്കേഷൻ സിസ്റ്റം പ്രിപ്പയർസ് ഇൻഡിവിജ്വൽ ടു ഫുൾഫിൽ ദെയർ അസൈൻഡ് ഡ്യൂട്ടീസ് ഇൻ സൊസൈറ്റി, എൻഷുറിംഗ് ഹാർമണി ആൻഡ് സ്റ്റെബിലിറ്റി. സോ അത് കൂടാതെ തന്നെ ഈ ഒരു എഡ്യൂക്കേഷണൽ സിസ്റ്റം എന്തിനെ സഹായിച്ചിട്ടുണ്ട്, അവരുടെ റോൾസ് അസൈൻ ചെയ്തിട്ടുള്ള ഓരോ റോൾസ് ഉണ്ടാവുമല്ലോ അവർക്ക് സൊസൈറ്റിയില്, ആ റോൾസ് ഫുൾഫിൽ ചെയ്യാനും സൊസൈറ്റിയെ ഹാർമോണിയിലും സ്റ്റെബിലിറ്റിയിലും മുന്നോട്ട് കൊണ്ടുപോകാനും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു പാർട്ട് 1 ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഞാൻ പെട്ടെന്ന് ഒന്നുകൂടി പറയാം. സോ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്തായിരുന്നു, എഡ്യൂക്കേഷൻ ആൻഡ് ലിറ്ററസി ആയിരുന്നു. എഡ്യൂക്കെയർ എന്ന് പറയുന്ന ലാറ്റിൻ വേർഡിൽ നിന്നാണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന വേർഡ് ഡിറൈവ് ചെയ്തിട്ടുള്ളത്, വിച്ച് മീൻസ് ടു ഡെവലപ്പ് എന്നാണ്. ആൻഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന പ്രോസസ് എന്താണ്, it is the process of developing individuals as a responsible member of the society. സൊസൈറ്റിയിലുള്ള അല്ലെങ്കിൽ സൊസൈറ്റിയിലേക്ക് ഒരു റെസ്പോൺസിബിൾ മെമ്പറിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുക എന്ന് പറയുന്ന ഒരു പ്രോസസ് ആണ് എന്ത് എന്ന് പറയുന്നത്, ഈ ഒരു എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന പ്രോസസ്. ഇനീഷ്യലി ഇത് നോളജ് അല്ലെങ്കിൽ സ്കിൽസ് പാസ് ചെയ്യുക എന്നതായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ ഇൻഡസ്ട്രിയലിസം വന്നതോട് കൂടി തന്നെ എന്ത് ചെയ്യാൻ തുടങ്ങി, സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ടാസ്കുകൾ ചെയ്യാൻ ആൾക്കാരെ വേണ്ട ആവശ്യം വന്നു. സോ അപ്പൊ എന്തിന്റെ എമർജൻസിന് കാരണമായി, ഇൻസ്റ്റിറ്റ്യൂഷൻസും സ്കൂൾസും എമർജ് ചെയ്യാന് കാരണമായി. ഓവർ ദ പീരിയഡ് ലൈക്ക് നോളജ് പാസ് ചെയ്യുക എന്നതിലുപരി എഡ്യൂക്കേഷൻ പിന്നെ എന്തിലേക്ക് ലൈക്ക് ഫോക്കസ് ചെയ്യാൻ തുടങ്ങി, ഒരു ഇൻഡിവിജ്വലിന്റെ ഓവറോൾ ഡെവലപ്മെന്റിൽ കൂടിയും ഈ ഒരു എഡ്യൂക്കേഷൻ ഫോക്കസ് ചെയ്യാൻ തുടങ്ങി. ഓവറോൾ ഡെവലപ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്പിരിച്വൽ ഡെവലപ്മെന്റ്, ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ്, മോറൽ ഡെവലപ്മെന്റ് എന്നിവയൊക്കെയാണ്. ആൻഡ് അതിനുശേഷം എന്ന് പറയുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യം, ഒരു പ്രോസസ്, എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന പ്രോസസ് എന്ന് പറയുന്നത് നമ്മളെ സോഷ്യലൈസ് ചെയ്യുന്ന ഒരു പ്രോസസ് കൂടിയാണ്. ഈ സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത് നമുക്ക് വീട്ടിൽ നിന്നും അതുപോലെ തന്നെ നമ്മളെ പിയർ ഗ്രൂപ്പിൽ നിന്നും ഒക്കെ കിട്ടുന്നതാണ്. സോ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ലൈക്ക് നമുക്ക് കിട്ടുന്ന അറിവുകൾ എന്ന് പറയുന്നത് ഒരിക്കലും സ്കൂളിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല, അത് നമ്മുടെ വീട്ടിൽ നിന്നും നമ്മുടെ പിയർ ഗ്രൂപ്പിൽ നിന്നൊക്കെ നമുക്ക് ലഭിക്കുന്ന ഒന്നാണ്. സോ ഇത്തരത്തിലുള്ള ഈ ഒരു പ്രോസസ് എന്ന് പറയുന്നത് നമ്മുടെ ഐഡന്റിറ്റിയെ ഷേപ്പ് ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ ഇൻഡിവിജ്വലിനെ മോൾഡ് ചെയ്തെടുക്കാൻ വളരെയധികം സഹായിക്കുന്നു. ആൻഡ് അതുപോലെ തന്നെ മറ്റൊരു കാര്യം പിന്നെ നമ്മൾ പറഞ്ഞത്, എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഒരു ഇൻഡിവിജ്വലിന്റെ ഓവറോൾ ഡെവലപ്മെന്റിനെയാണ് നമ്മൾ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ എയിം ചെയ്യുന്നത് ഇൻഡിവിജ്വലിന്റെ ഓവറോൾ ഡെവലപ്മെന്റ് ആണ്. അറ്റ് ദി സെയിം ടൈം ട്രെയിനിങ് എന്തിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്, ഒരു പെർട്ടിക്കുലർ സ്കില്ല് നേടിയെടുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ട്രെയിനിങ് എന്ന് പറയുന്നത്. ആൻഡ് റിനൈസൻസ് പീരീഡ് എന്താണെന്ന് നമ്മൾ പറഞ്ഞതാണ്. അതായത് ഡാർക്ക് ഏജിനും മോഡേണിറ്റിക്കും ഇടയിലുള്ള പീരീഡാണ് റിനൈസൻസ് പീരീഡ്. ഈ റിനൈസൻസ് കാലഘട്ടത്തില് ലാറ്റിൻ അതുപോലെ തന്നെ ക്ലാസിക്കൽ ലാംഗ്വേജസിൽ കുറച്ചുകൂടി മാസ്റ്റർ ചെയ്യുക എന്നുള്ള ഒരു ഗോൾ ഉണ്ടായിരുന്നു.
ആൻഡ് അത്തരത്തിലുള്ള അതുപോലെ തന്നെ എന്താ പറയാ ക്ലാസിക്കൽ ലിറ്ററേച്ചേഴ്സിന് ഈ ഒരു കാലഘട്ടത്തില് വളരെയധികം ഇമ്പോർട്ടൻസും നൽകിയിരുന്നു. സോ ഹ്യൂമനിസ്റ്റുകൾ തിങ്ക് ചെയ്തത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിൽ നമ്മൾ ക്ലാസിക്കൽ ലാംഗ്വേജസും ലിറ്ററേച്ചറും പഠിക്കുന്നതിലൂടെ നമുക്ക് എന്ത് ലൈക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും, നമ്മുടെ ക്രിട്ടിക്കൽ തിങ്കിങ്ങും ഹ്യൂമനിസ്റ്റിക് വാല്യൂസും ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഒരു കാലഘട്ടത്തിൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് എക്സ്ക്ലൂസീവ് ആയിരുന്നു, ഒരിക്കലും ഇൻക്ലൂസീവ് അല്ല. സൊസൈറ്റിയിലെ ഏറ്റവും ഉയർന്ന തട്ടിലുള്ള ആൾക്കാർക്ക് മാത്രം കിട്ടിയിരുന്ന ഒന്നായിരുന്നു ഈ ഒരു എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അതിനുശേഷം 1423 കാലഘട്ടത്തിൽ പ്രിന്റിംഗ് പ്രസിന്റെ കണ്ടുപിടുത്തത്തോട് കൂടിയിട്ട് എന്തായി, ആളുകൾക്ക് എഡ്യൂക്കേഷൻ ഒന്നുകൂടി ആക്സസ് ചെയ്യാൻ പറ്റി. അതായത് പീപ്പിൾ അല്ലെങ്കിൽ സാധാരണക്കാർക്ക് പോലും ഈ പുസ്തകങ്ങൾ ആക്സസ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അവിടെ ലഭിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. ദെൻ 16-17 നൂറ്റാണ്ടുകളിൽ ഉണ്ടായിട്ടുള്ള റിഫോമേഴ്സ് ഈ ലിറ്ററസി അല്ലെങ്കിൽ എഡ്യൂക്കേഷനെ വളരെയധികം എൻകറേജ് ചെയ്തു. ഈ റീഡിങ്ങിനെയും റൈറ്റിങ്ങിനെയും ഒക്കെ എൻകറേജ് ചെയ്യുകയും അത് അവരുടേതായിട്ടുള്ള എന്താ പറയാ ഭാഷയുണ്ടല്ലോ, അവരുടെ ഇപ്പൊ എന്റെ ഭാഷ, എനിക്ക് മലയാളത്തിൽ അത്തരത്തിലുള്ള ബുക്സും അല്ലെങ്കിൽ അത്തരത്തിലുള്ള എഡ്യൂക്കേഷൻസ് ആക്സസ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നൽകുകയുണ്ടായി. സോ അതിനുശേഷമാണ് പിന്നെ ഗവൺമെന്റ് ആൻഡ് NGOസിന്റെ എഫേർട്സിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഗവൺമെന്റും NGOസും എന്ത് ചെയ്യാൻ തുടങ്ങി, എല്ലാവർക്കും ഒരേ തരത്തിലുള്ള എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്ന എയിമിന് ഇമ്പോർട്ടൻസ് കൊടുക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തു. ആൻഡ് ദെൻ നമ്മൾ യുനെസ്കോയെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. യുനെസ്കോ ആദ്യം ലൈക്ക് സ്കിൽ സെക്യൂർ ചെയ്യാന്നുള്ള, അഡോൾട്സിന് ബേസിക് ആയിട്ടുള്ള സ്കിൽ സെക്യൂർ ചെയ്യാന്നുള്ള ഒരു കോൺസെപ്റ്റോടെ ആയിരുന്നു യുനെസ്കോ മുന്നോട്ട് വന്നിരുന്നത്. പക്ഷെ അത് മാത്രം പോരാ എന്ന് മനസ്സിലാക്കി യുനെസ്കോ 1960കളില് ഒരു ഫങ്ഷണൽ ലിറ്ററസി, അതായത് ഫോക്കസിങ് ഓൺ ദി സ്കിൽ ദാറ്റ് കുഡ് ബി ഇംപ്രൂവ് പ്രൊഡക്ടിവിറ്റി, ഒരു ഇൻഡിവിജ്വലിന്റെ അല്ലെങ്കിൽ ആളുകളുടെ പ്രൊഡക്ടിവിറ്റി, അഗ്രികൾച്ചറൽ അല്ലെങ്കിൽ മാനുഫാക്ചറിങ് ജോബ് ആയിട്ടുള്ള കാര്യങ്ങൾ, ആളുകളുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടുന്ന തരത്തിലുള്ള ഫങ്ഷണൽ ലിറ്ററസിക്ക് എന്ത് ചെയ്യാൻ തുടങ്ങി, യുനെസ്കോ 1960കളില് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ തുടങ്ങി. ബട്ട് അറ്റ് ദ സെയിം ടൈം സോഷ്യോ കൾച്ചറൽ എലമെന്റ്സിനെ അല്ലെങ്കിൽ കോണ്ടെക്സ്റ്റ് ഓഫ് സോഷ്യോ കൾച്ചറൽ കോണ്ടെക്സ്റ്റിനെ ഇഗ്നോർ ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ദെൻ അതിനുശേഷമാണ് നമ്മൾ ആരെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്, പൗലോ ഫ്രേറിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. 1970കളിലാണ് അദ്ദേഹം എന്ത് ചെയ്തിട്ടുള്ളത്, അദ്ദേഹത്തിന്റെ ക്രിട്ടിക്കൽ ലിറ്ററസി എന്ന് പറയുന്ന തിയറി ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ തിയറിയിൽ അദ്ദേഹം എന്താണ് എംഫസൈസ് ചെയ്തിരുന്നത്, ലിറ്ററസി എന്ന് പറയുന്നത് സ്കിൽസ് ലേൺ ചെയ്യുക എന്നത് മാത്രമല്ല, നിലവിലുള്ള പവർ സ്ട്രക്ചേഴ്സിനെയും സൊസൈറ്റൽ നോംസിനെയും ഒക്കെ ക്വസ്റ്റ്യൻ ചെയ്യുന്നതും എന്തിൽ ഉൾപ്പെടുന്നു, ഈ ഒരു ലിറ്ററസിയിൽ ഉൾപ്പെടുന്ന ഒന്നാണെന്ന് അദ്ദേഹം വാദിച്ചു. ആൻഡ് അതിനുശേഷം നമ്മൾ യുനെസ്കോ 2 തരത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ലിറ്ററസിയെ ലൈക്ക് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് പറയാം. ദ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഓട്ടോണമസ് ലിറ്ററസി ആണ്. ഓട്ടോണമസ് ലിറ്ററസി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഓട്ടോണമസ് ലിറ്ററസി എന്ന് പറയുന്നത് ഒരു സ്കില്ല് നേടിയെടുക്കുക എന്നതാണ് ഓട്ടോണമസ് ലിറ്ററസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം നമ്മൾ ഐഡിയോളജിക്കൽ ലിറ്ററസിനെ കുറിച്ചും ഡിസ്കസ് ചെയ്തു. ഐഡിയോളജിക്കൽ ലിറ്ററസി ഇസ് നത്തിങ് ബട്ട് ദ ലിറ്ററസി വിച്ച് ഇസ് ഷേപ്ഡ് ബൈ സോഷ്യൽ, പൊളിറ്റിക്കൽ, കൾച്ചറൽ ഐഡിയോളജീസ്. ദെൻ പിന്നെ റോൾ ഓഫ് ലിറ്ററസി ഇൻ പവറിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതായത് ഒരു പവറിലുള്ള ഒരാള്, ലിറ്ററേറ്റ് ആയിട്ടുള്ള ഒരാള് എത്രത്തോളം പവർ സൊസൈറ്റിയിൽ എക്സസൈസ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അതിനുശേഷം ദ എവല്യൂഷൻ ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ലിറ്ററസിയെ കുറിച്ചും നമ്മൾ എന്ത് ചെയ്തു, ഡിസ്കസ് ചെയ്തു. അതായത് എഡ്യൂക്കേഷനും എങ്ങനെ നമ്മൾ ഈ ഒരു ക്രിട്ടിക്കൽ തിങ്കിങ്, അതുപോലെ തന്നെ എംപവറിംഗ് ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കുന്നു എന്നുള്ള കാര്യത്തിനെ കുറിച്ചും നമ്മൾ ഡിസ്കസ് ചെയ്തു. ദെൻ അതിനുശേഷം നമ്മൾ ലിറ്ററസി ആസ് എൻ ഇവോൾവിംഗ് കോൺസെപ്റ്റ്, ലൈക്ക് ലിറ്ററസി എന്ന് പറയുന്നത് എന്താണ്, ഒരു ഡൈനാമിക് ആയിട്ടുള്ള എവർ ചേഞ്ചിങ് ആയിട്ടുള്ള കാര്യമാണ്. സൊസൈറ്റൽ ചേഞ്ചസ്, ഗ്ലോബൽ ഇൻഫ്ലുവൻസ്, അതുപോലെ തന്നെ ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻസ്, ഇതൊക്കെ ഇതൊക്കെ തന്നെ ലിറ്ററസിനെ affect ചെയ്യുന്ന ഘടകങ്ങളാണ്. ആൻഡ് 2 key ideas emerging in this evolution are, the first one ambiguity of literacy ആണ്.
സോ ലിറ്ററസി എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ഡിപ്പെൻഡ്സ് ഓൺ ഹൗ ഇറ്റ് ഈസ് സെക്യൂർഡ് ആൻഡ് ഡെലിവേർഡ് ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ്. എങ്ങനെയാണ് നമ്മൾ ആ ഒരു ലിറ്ററസിയെ അക്യൂർ ചെയ്യുന്നത്, ഡെലിവർ ചെയ്യുന്നത്, അതെങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ യൂസ് ചെയ്യുന്നത് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. ആൻഡ് കണക്ഷൻ വിത്ത് കമ്മ്യൂണിക്കേഷൻ പ്രാക്ടീസസ്. സോ ട്രഡീഷണൽ ആയിട്ടുള്ള പേപ്പർ പെൻ കാര്യങ്ങളെ ലൈക്ക് നമ്മൾ എന്ത് ചെയ്യുക, നിലനിർത്തിക്കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പുതിയ കമ്മ്യൂണിക്കേഷൻ ICT ടൂൾസും മറ്റും ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ എഡ്യൂക്കേഷൻ ഫീൽഡിൽ ഉണ്ടാക്കിയിട്ടുള്ള ചേഞ്ചസ് ഒക്കെയാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ദെൻ നമ്മൾ എഡ്യൂക്കേഷൻ ആസ് എ പ്രിപ്പറേഷൻ ഫോർ സോഷ്യൽ റോൾ ഇൻ ഐഡിയൽ സ്റ്റേറ്റ്സ്. അതിൽ ആദ്യത്തെ ലൈക്ക് ഏർലി സ്റ്റേജസിൽ ഫിലോസഫിക്കൽ തോട്ടിൽ എഡ്യൂക്കേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്തായിരുന്നു? അക്യൂറിങ് മോറൽ വാല്യൂസ് ആയിരുന്നു. മോറൽ വാല്യൂസ് നേടിയെടുക്കുന്നതിനെയാണ് അവർ എഡ്യൂക്കേഷൻ ആയിട്ട് കണക്കാക്കിയിരുന്നത്. കാരണം എന്താണ്? സൊസൈറ്റിയിൽ ഹാർമണി നിലനിർത്താൻ വേണ്ടിയിട്ടായിരുന്നു. ആൻഡ് സോക്രട്ടീസും അതുപോലെ തന്നെ പ്ലേറ്റോ ഒക്കെ ആർഗ്യൂ ചെയ്യുന്നത് ഇറ്റ് ഈസ് എസെൻഷ്യൽ. ഈ മൊറാലിറ്റി എന്താണ്? നമുക്ക് ഹാപ്പിനെസ് ഉണ്ടാവാൻ അല്ലെങ്കിൽ ലൈഫ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി എസെൻഷ്യൽ ആയിട്ടുള്ള ഒന്നാണ് എന്നാണ് കരുതിയിരുന്നത്. ആൻഡ് അതിനുശേഷം പ്ലേറ്റോസ് ഫിലോസഫി ഓൺ എഡ്യൂക്കേഷനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. അദ്ദേഹം എന്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്? മോറൽ റീസണിങ്ങിനായിരുന്നു അദ്ദേഹം ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. ദെൻ ടീച്ചേഴ്സ് റോൾ, അതുപോലെ തന്നെ മാത്തമാറ്റിക്സിന് എത്രത്തോളം പ്രാധാന്യമുണ്ട്. കാരണം മാത്തമാറ്റിക്സ് അബ്സ്ട്രാക്ട് ആൻഡ് ഡിസിപ്ലിൻഡ് തിങ്കിങ്ങിനെ ഡെവലപ്പ് ചെയ്യുമെന്ന് അദ്ദേഹം വാദിച്ചു. അത്തരത്തിൽ അബ്സ്ട്രാക്ട് തിങ്കിങ്ങിനെ ഡെവലപ്പ് ചെയ്യുന്നതിലൂടെ ആളുകൾക്ക് പല ഐഡിയാസിനെ കുറിച്ചും ഡീപ്പർ ആയിട്ട് തിങ്ക് ചെയ്യാനും, അതുപോലെ തന്നെ ബിയോണ്ട് ലൈക്ക് നമ്മൾ കാണുന്നതിന്റെയും കേൾക്കുന്നതിന്റെയും ടച്ച് ചെയ്യുന്നതിന്റെയും ബിയോണ്ട് കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കാനും, കോംപ്ലക്സ് ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് മനസ്സിലാക്കാനും, പ്രോബ്ലംസ് സോൾവ് ചെയ്യാനുമുള്ള ഒരു എബിലിറ്റി നേടിയെടുക്കാൻ പറ്റുമെന്നും അദ്ദേഹം വാദിച്ചു. ആൻഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരു ആളിന്റെ ക്യാരക്ടർ മോൾഡ് ചെയ്യുന്നതിനെയാണ്, അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ ബിൽഡിങ്ങിനെയാണ് എഡ്യൂക്കേഷൻ എന്നതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ചിരുന്നത്. ആൻഡ് ഇത് പലപ്പോഴും ഈ കൾച്ചറൽ എലമെന്റ്സ് ആയ മ്യൂസിക്, ആർട്ട്, ലിറ്ററേച്ചറിലൂടെയൊക്കെയാണ് നടന്നു വന്നിരുന്നത്. ആൻഡ് അദ്ദേഹം ഇതുപോലെ ഈ ഡ്രാമാസ് ഒക്കെ ഇല്ലേ, ഗോഡ്സിനെ അതുപോലെ തന്നെ ഹീറോസിനെ ഒക്കെ ലൈക്ക് ഡിസ്റെസ്പെക്ട് ചെയ്യുന്ന തരത്തിലുള്ള ഡ്രാമാസിനെ ഒക്കെ അദ്ദേഹം ക്രിട്ടിസൈസ് ചെയ്തിരുന്നു. കാരണം ചിൽഡ്രൻ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കണ്ടാണ് പഠിക്കുന്നത്. സോ അവർക്ക് ഇതിൽ നിന്നും ഒന്നും എടുക്കാനില്ല. അവരെ കൂടിയും എന്താണ് വഴിതെറ്റിക്കുന്ന ഒരു രീതിയിലേക്കാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അദ്ദേഹം അത്തരത്തിലുള്ള ഡ്രാമാസിനെ ഒക്കെ എന്ത് ചെയ്തിട്ടുള്ളത്, ലൈക്ക് ഡിസ്റെസ്പെക്ട് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഹോണറബിൾ ആയിട്ടുള്ള ഫിഗേഴ്സിനെ ഒക്കെ അദ്ദേഹം, അത്തരത്തിലുള്ള ഫിഗേഴ്സ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള വർക്സിനെ അദ്ദേഹം എന്ത് ചെയ്തു, ലൈക്ക് കൂടുതൽ എൻകറേജ് ചെയ്തു. ആൻഡ് അദ്ദേഹത്തിന് വന്നിട്ടുള്ള ഏറ്റവും മെയിൻ ആയിട്ടുള്ള രണ്ട് ക്രിറ്റിസിസം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ അപ്രോച്ച്, എഡ്യൂക്കേഷനിലേക്കുള്ള അപ്രോച്ച് എന്ന് പറയുന്നത് ഭയങ്കര പ്രൊട്ടക്റ്റീവും അതുപോലെ തന്നെ അതോറിറ്റേറിയനും ആയിരുന്നു. ആൻഡ് ദ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ലിമിറ്റേഷൻ ഓൺ ഓട്ടോണമി. ഒരു ഇൻഡിവിജ്വലിന്റെ ഓട്ടോണമിയിലുള്ള ലിമിറ്റേഷൻ ആണ്. അതായത് നേരത്തെ പറഞ്ഞതുപോലെ ചിൽഡ്രൻ എന്തിലേക്ക് എക്സ്പോസ് ചെയ്യപ്പെടണം എന്നുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ടായിരുന്നു. ഇതിൽ എക്സ്പോസ് ചെയ്യപ്പെടാൻ പാടില്ല, ഇത്തരത്തിലുള്ള ഡ്രാമാസ് കുട്ടികൾക്ക് ഒരു ബാഡ് ആയിട്ടുള്ള ലൈക്ക് ഇൻഫർമേഷൻ ആണ് നൽകുന്നത് എന്നുള്ള തരത്തില് അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഭയങ്കരമായിട്ടുള്ള കൺട്രോളിങ് സ്റ്റേറ്റ്മെന്റ്സ് പറഞ്ഞിട്ടുണ്ട്. സോ അതിനെയും ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം അദ്ദേഹത്തിന്റെ റിപ്പബ്ലിക് എന്ന് പറയുന്ന വർക്കില് അദ്ദേഹം സൊസൈറ്റിയെ 3 ക്ലാസ്സസ് ആക്കി തിരിച്ചിട്ടുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഈ 3 ക്ലാസ്സസ് എന്തിന്റെ ബേസിലാണ്? ഇന്റലക്ച്വൽ ഡെവലപ്മെന്റിന്റെയും അതുപോലെ തന്നെ എബിലിറ്റിയുടെയും ബേസിലാണ്. ദ ഫസ്റ്റ് വൺ ഫിലോസഫറും കിങ്സ്, സെക്കൻഡ് വൺ ഓക്സിലറീസ് ആൻഡ് ദ തേർഡ് വൺ വർക്കേഴ്സ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു പാർട്ടിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.